അത് ഏറെ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പ്രധാന ഭാഗമാണ്. സുധാമാവിൽ നിന്ന് എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് മനസ്സിലാക്കണം. ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പൊ സാധാരണ നമ്മൾ സുധാമാവിന്റെ കഥ പറയുമ്പോൾ കേവലം ഒരു ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ഉയർന്ന ഒരാളുടെ കഥയായിട്ടാണ് നമ്മൾ സുധാമ കഥ കേൾക്കാറ്, അല്ലേ? എന്നാൽ സുധാമാവിനെ സംബന്ധിച്ച് കേവലം ഒരു സമ്പന്നത എന്ന് പറയുന്നത് ഭൗതിക സമ്പന്നത മാത്രമായിരുന്നില്ല. വളരെയധികം ആത്മീയ സമ്പത്തിലേക്ക് ഉയർന്ന, നേരത്തെ തന്നെ ഉയർന്ന ആളായിരുന്നു സുധാമാവ്. അങ്ങനെയുള്ളൊരു ഭക്തനെ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുക എന്നത് 80ഉം 81ഉം അധ്യായത്തിലൂടെ കാണണം. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് സുധാമാവും 64 ദിവസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. സുധാമാവ് വളരെയധികം ഒരു ആത്മീയ നിഷ്ഠയുള്ള ഒരാളായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് സുധാമാവ് തിരിച്ചുപോയി. കൃഷ്ണനും ദ്വാരകയിലേക്ക് പോയി. കൃഷ്ണന്റെ ജീവിതം മുഴുവൻ ദ്വാരകയില് നേരത്തെ നമ്മൾ കണ്ടു, കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം, സുധാമാവാണെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് പ്രത്യേകിച്ചൊരു ജോലിക്ക് പോയി എന്നത് ഭാഗവതത്തില്ല. അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും ഭഗവാന്റെ സ്മരണത്തിൽ, അതിലങ്ങനെ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പൊ വീട്ടിലെ നിത്യവൃത്തി നടത്താൻ ഭാര്യ ഓരോ വീടുകളിൽ പോയി യാചിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് വേണം വീടിന്റെ അവിടുത്തെ നിവൃത്തി കാര്യങ്ങളൊക്കെ നടക്കാൻ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, വേണ്ടതൊന്നും കിട്ടുന്നില്ല, ഭർത്താവിന് വേണ്ട പോലെ കൊടുക്കാനും കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിച്ചു, അങ്ങയുടെ കൂട്ടുകാരനല്ലേ, അങ്ങയുടെ സഹപാഠിയല്ലേ, കൂടെ പഠിച്ച ആളല്ലേ, ഒന്ന് പോയി കണ്ടുകൂടെ? അത്രയും ചോദിച്ചുള്ളൂ. ഒന്ന് ചോദിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് പോയി കണ്ടുകൂടെ? അപ്പോഴൊക്കെ സുധാമാവ് പറയും, വേണ്ട ദേവി, വേണ്ട, ഭഗവാനെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്കൊരു കുറവുമില്ലല്ലോ എന്ന് പറഞ്ഞ് അതങ്ങനെ മാറ്റിവെച്ചു. സുധാമാവിന്റെ ആ ഒരു ജീവിത അനുഷ്ഠാനം ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, ഇല്ലേ? എന്ത് കിട്ടിയാലും തൃപ്തിയാണ്, ഒരു പരാതിയില്ല. അങ്ങനെയൊക്കെയുള്ളവരെ കാണുമോ നമ്മള്? പരാതിയില്ല, ഇന്നത് വേണമെന്നുള്ളൊരു ഒരാഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു ആര്? സുധാമാവ്. എന്തു കൊടുത്താലും തൃപ്തി ഉള്ളൊരു മനസ്സ്. അങ്ങനെയുള്ളവരെ കാണാൻ വലിയ പാടാണ്, അല്ലേ? വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടാവുമോ? ഉള്ളവരുണ്ടാവുമോ? എന്തു കൊടുത്താലും തൃപ്തി കാണുന്നവരുണ്ടാവുമോ? അപ്പോ സുധാമാവ് അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത്രയും ഒരു ബഹുമാനായിരുന്നു ഭർത്താവിനോട്. അങ്ങനെ ഒരു ദിവസം സുധാമാവ് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഭാര്യയോട് കൈകൂപ്പിക്കൊണ്ട്, അല്ല, ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കാണാൻ പോയാലോ? എനിക്കാണെങ്കിൽ ആ മഹാത്മാവിനെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉത്തമ ശ്ലോക ദർശനം എന്നാണ് ഭാഗവത് ഉപയോഗിച്ച വാക്ക്. എന്താണ്? ഉത്തമ ശ്ലോകനായ ആ മഹാത്മാവിനെ ഒന്ന് കാണണം എന്നൊരാഗ്രഹമാണ്. ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. അപ്പൊ സുധാമാവ് ചോദിക്കുകയാണ്, ആ കൃഷ്ണനെ കാണുമ്പോ എന്തെങ്കിലും ഒന്ന് കാഴ്ച കൊടുക്കണ്ടേ? വെറും കൈയോട് കൂടിയിട്ട് എങ്ങനെയാ പോവുക? എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഇത് കേട്ടപ്പം സുധാമാവിനോട് എന്തായിരിക്കും ഭാര്യ പറയാ? എന്തായിരിക്കും പറയാ? ഒന്നുമില്ല എന്നല്ലേ പൊതുവെ പറയേണ്ടത്. ഇവിടെ എന്താ കൊടുക്കാനുള്ളത്? കൃഷ്ണനെല്ലാം അറിയാലോ, നമ്മുടെ കയ്യിലൊന്നും. എന്നാ ഇതൊന്നും പറഞ്ഞില്ല ആര്? സുധാമാവിന്റെ ഭാര്യ. നോക്കണം, ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും സുധാമാവിന്റെ ഭാര്യ അപ്പോഴും ചിന്തിക്കുന്നത്, കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കൃഷ്ണൻ എന്തെങ്കിലും
ആ കൊടുക്കണം എന്നുള്ള മനസ്സ് ആർക്കുണ്ടായിരുന്നു? സുധാമാവിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ചോദിച്ചത് എന്താ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഓടി ഒരു വീട്ടിൽ ചെന്ന് യാജിത്വാ ചതുരോന്മുഷ്ടീൻ പൃഥുകതണ്ടുലാൻ 4 പിടി അവില് കിട്ടി. അതിനെ ഒരു തുണിക്കഷ്ണത്തിൽ ശൈലകണ്ഠേന താൻ ബദ്ധ്വ തുണിയിലൊക്കെ കെട്ടി സുധാമാവിനെ ഏൽപ്പിച്ചു. സുധാമാവ് ആ കിഴി എവിടെ വെച്ചു? സുധാമാവ് കിഴി എന്ത് ചെയ്തു? കക്ഷത്ത് വെച്ചു എന്നോ? അങ്ങനെയല്ലേ നമ്മൾ കഥ കേട്ടിരിക്കണത്? കക്ഷത്ത് വെച്ചു എന്നല്ലേ? വഞ്ചിപ്പാട്ടിൽ അങ്ങനെയാണ്. എന്നാ സത്യത്തിൽ കക്ഷത്ത് വെച്ചു എന്ന് ഭാഗവതത്തിലില്ല. അതും ഈ ചൂടിലൊക്കെ കക്ഷത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ ചൂടിലൊക്കെ അവിൽ നല്ല തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞത് കക്ഷത്ത് വെച്ചാൽ കൃഷ്ണൻ പറയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ മതി എന്ന്. കാരണം ഈ ചൂട് കൊണ്ട് അത് ആകെ ഒരു ആവി പിടിച്ച് കുതിർത്തുണ്ടാവും അല്ലേ? ആണോ? ഒരു ഏപ്രിൽ മെയ്യിലൊക്കെയാണ് സുധാമാവ് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ അവിലിന്റെ കാര്യം എങ്ങനെ ഉണ്ടാവും? കക്ഷത്ത് വെച്ചിട്ട് ഒരു സാധനം കഴിക്കാൻ കൊടുക്കുവോ? ആരെങ്കിലും കൊടുക്കുവോ? അത് വഞ്ചിപ്പാട്ടിലെ രാമപുരത്ത് വാര്യർക്ക് പിന്നെ നിവൃത്തിയില്ല. കാരണം വാര്യർ നോക്കുമ്പോ ഒരു കയ്യിൽ വടിയുണ്ട്, ഒരു കയ്യിൽ പുസ്തകമുണ്ട്. അപ്പൊ ഈ അവില് വെക്കാൻ സ്ഥലമില്ല. അപ്പൊ കക്ഷത്തിങ്കലിറുക്കിക്കൊണ്ടും ഈ അവിലെവിടെ കൊണ്ടുവയ്ക്കും? പിന്നെ ആകെ വെക്കാനുള്ള ഒരു സ്ഥലം കക്ഷയുള്ളൂ. അതാണ് ശരിക്കും ഭാഗവതത്തിൽ കക്ഷത്ത് വെച്ചു എന്നില്ല. അദ്ദേഹം അത് കയ്യില് ഒക്കെ തൂക്കി അങ്ങനെ അവിടുന്ന് പുറപ്പെടുകയാണ്. ഒറ്റ ചിന്തയല്ലോ, എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം 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 കാണണം. അങ്ങനെ ദ്വാരക വരെ നടന്ന് ദ്വാരകയിലെത്തുക. അവിടെയാണെങ്കിലോ കാലത്ത് മുതല് കൃഷ്ണൻ വീടിന്റെ സുധാമാവ് വരുന്നുള്ളത് കൃഷ്ണൻ അറിയാം. ഇരിക്കാനുള്ള ഇരിപ്പിട ശരിയാക്കണോ, അവിടെ തട്ടി വൃത്തിയാക്കണോ, ഇവിടെ പൊടിയടിച്ച് വൃത്തിയാക്കണോ, എല്ലാം ശരിയാക്കണോ. രുക്മിണീദേവിയൊക്കെ ചോദിക്കേണ്ട പതിവില്ലാത്തതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുണ്ടോ. അതിനിടയിൽ പാത്രമൊക്കെ കൊണ്ടുവയ്ക്കുന്നു, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു. ഇതെല്ലാം കൃത്യതയോടെ എല്ലാം ഒരുക്കി വെക്കുന്നുണ്ട്. എന്താ ഒരു പുറപ്പാട്? ഇതൊന്നും പതിവില്ലല്ലോ, എന്താണ്? എന്നിട്ട് പറഞ്ഞു വെഞ്ചാമര എവിടെ? അതൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, മാല കെട്ടു, മാലയൊക്കെ കെട്ടിക്കൂ. അവരെ കൊണ്ടൊക്കെ മാലയൊക്കെ കെട്ടിച്ചു. ആരെയോ കാത്തിരിക്കുന്നുണ്ട്, ആരെയോ ഇവിടെ വന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർക്ക് തോന്നി. പക്ഷെ ആരെയാണെന്ന് പറഞ്ഞില്ല, സസ്പെൻസ് വെച്ചു ഭഗവാൻ. അങ്ങനെ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനവാതിലൂടെ നോക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന്. കുറച്ച് ദൂരെ തന്റെ ആ പ്രിയപ്പെട്ട സുധാമാവിനെ കാണുമ്പോ കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിയ ഫോട്ടാണ് വഴിയിലേക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടതും അങ്ങോട്ട് ആലിംഗനം ചെയ്ത് മാറോട് ചേർത്ത് തന്റെ തോളിലേക്ക് അങ്ങോട്ട് വെച്ച് ഭഗവാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട്. അപ്പോഴേക്കും കൃഷ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. പിന്നെ കൂട്ടിക്കൊണ്ടുവരും. എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തത് നമുക്കൊന്ന് വായിച്ചാലോ? 80-ാം അധ്യായത്തില് 18, 19, 20, 21, 22 ശ്ലോകങ്ങളൊക്കെ ഒന്ന് വായിക്കാം. പുസ്തകം ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ അല്ലേ? വിലുക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമസ്ഥിതാം സഹസോത്തായ ചാപ്യത്യാം ദോഭ്യാം പര്യഗൃഹിന്മുദാം സഖ്യുപ്രിയസ്യ വിപ്രശ്യേ അംഗസംഘാതി നിർവൃതാം പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യം പുഷ്കരക്ഷണാം അധോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യോ സമർഹണം ഉപഹൃത്യാവനിജ്യാസ്യാം പാദോ പാദാവനേജനീ അഗ്രഹീശിരസാരാജൻ ഭഗവാൻ ലോകപാവന വിലിംബു ദിവ്യഗന്ധേന ചന്ദനാകരുകുങ്കുമൈ ധൂപൈ സുരഭിർമിത്രം പ്രദീപാവലിർമുദാം അർച്ചിത്വാ വിദ്യതംബൂലം
ഗാം ച സ്വാഗതമബ്രവീ കുജൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പരികരൽ സാക്ഷാൽ ചാമരഭ്യജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തനാം വിസ്മിതോ ബോലതി പ്രീത്യാം അവധൂതം സപാജിതം കിം മനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുനാം ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാദമേന ചാം യോസൗ ത്രിലോകഗുരുണാം ശ്രീനിവാസേന സംവൃതാം പര്യങ്കസ്തം ശ്രിയം ഹിത്വാ പരിഷ്യക്തോ ഗജോ യഥാ കഥയൻ ചക്രുഗദ്ഗാഥ പൂർവാ ഗുരുകുലേ സംവൃത് പൂർവാ ഗുരുകുലേ സതോ ആത്മനോ ലളിതാരാധൻ കരോ ഗൃഹ്യ പരസ്പരം. ആ കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിങ്ങനെ വ്യാസഭഗവാൻ ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ കണ്ടെഴുതുന്ന പോലെയാണ്. ഭഗവാൻ എന്താ ചെയ്തത്? ആദ്യം അവിടെ നിന്ന് സഹസൗത്തായ ഓടി, എണീറ്റ് ഓടി. എന്നിട്ട് അങ്ങോട്ട് തന്നോട് ചേർത്ത് അങ്ങോട്ട് പിടിച്ച് ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ പീഠത്തിൽ അങ്ങോട്ട് ഇരുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ കാലുകൾ കഴുകിയില്ല. ഭഗവാൻ ആ സുധാമാവിന്റെ കാലുകളൊക്കെ കഴുകി. എന്നിട്ട് എന്ത് ചെയ്തു? പാദാവനേജനി. പിന്നെ എന്ത് ചെയ്തു? അർച്ചിത്വ എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ എടുത്ത് ഭഗവാൻ പൂജിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ധൂപൈ സുരഭിർമിത്രം എന്ന് വെച്ചാൽ ധൂപം, ദീപം, പ്രദീപാവലിവിർമുദ എന്ത് ചെയ്തു? എല്ലാവരും കൃഷ്ണനെയാണ് പൂജിക്കുക, അല്ലേ? എന്നാൽ കൃഷ്ണനാൽ പൂജിതനായി ആര്? സുധാമാവ്. കൃഷ്ണൻ സുധാമാവിനെ പൂജിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. എന്നിട്ട് ഭക്തിമാരോട് പറഞ്ഞു, എന്ത്? ചാമരഭ്യജനേനവൈ. എന്ത് ചെയ്തും പറഞ്ഞു? എന്തെടുത്തിട്ട് വീശാൻ? അന്ന് ഇങ്ങനത്തെ ഫാനില്ലല്ലോ, അന്ന് കൈത്താനില്ല, അന്ന് കൈത്താനേ ഉള്ളൂ. ഇതൊക്കെ എടുത്ത് വീശാൻ പറഞ്ഞു. അപ്പൊ അവര് ചോദിക്കുകയാണ്, ഭഗവാൻ കൃഷ്ണനാൽ പൂജിക്കപ്പെടാൻ മാത്രം ഇദ്ദേഹം എന്ത് മഹാനാണ്, എന്ത് വലിയ മഹാനായിരിക്കണം. കാരണം കണ്ടു കഴിഞ്ഞാൽ കുജൈനം മലിനം ക്ഷാമം. പിന്നെ ശരീരത്തിനാണെങ്കിൽ എക്സ്റേ എടുക്കേണ്ട കാര്യമില്ല. കാരണം കാണുമ്പോ തന്നെ എല്ലാ എല്ലുകളും കൃത്യമായി കാണാൻ പറ്റുന്ന അവസ്ഥയാണ്, അല്ലെ? അങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ ഭഗവാൻ എന്തായിരിക്കാം ഇത്രയും പൂജിക്കാനുള്ളൊരു കാരണം അവർക്ക് പിടികിട്ടിയില്ല. അവരിങ്ങനെ അത്ഭുതത്തോട് നോക്കുകയാണ്. കാരണം അവർക്ക് തോന്നിയത് വല്ല അവധൂതന്മാരായ മഹാന്മാര് ആയിരിക്കുന്നതാണ്. അങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോഴാണ് കൃഷ്ണൻ ഗുരുകുല കഥ പറയുന്നത്. അപ്പം പിടികിട്ടി. ഇദ്ദേഹം കൃഷ്ണന്റെ കൂടെ ഗുരുകുല സമയത്ത് പഠിച്ച ആളാണ്. കൃഷ്ണൻ ഗുരുകുലത്തിലെ പഴയ കഥകളൊക്കെ പറഞ്ഞു. നമ്മൾ അന്ന് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വിറകുടിക്കാൻ പോയ കഥ ഓർമ്മയില്ലേ? അങ്ങനെ വിറകുടിക്കാൻ വേണ്ടി അന്നൊന്നും ഗ്യാസ് ഇല്ലല്ലോ. അപ്പൊ വിറകുകളൊക്കെ ശിഷ്യന്മാര് കൊണ്ടുവരണം. വിറക് കൊടിച്ച് കാട്ടിലെല്ലാം കെട്ടി ഭദ്രമാക്കി കൃഷ്ണന്റെ ചുമടെടുത്ത് കൊണ്ടുവരുന്ന ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കൃഷ്ണനും സുധാമാവും വിറകൊക്കെ എടുത്ത് തലയിൽ കൊണ്ടുവരേണ്ട ആ ഒരു കാലം. അവിടെയാണെങ്കിലോ ഇതൊക്കെ കെട്ടി വെച്ചപ്പോഴേക്കും തകർത്ത മഴ പെയ്ത് രണ്ടും അങ്ങോട്ട് കുതിർന്നു. രണ്ടും അവിടെ അങ്ങനെ കാട്ടിൽ നനഞ്ഞ പിണ്ടങ്ങളായിട്ട് ഇരിക്കുമ്പോഴാണ് ഗുരു എവിടെ പോയി? രണ്ടെണ്ണം സാധാരണ ഹോസ്റ്റലിൽ സിനിമയ്ക്ക് പോയി ചാടും, അല്ലേ? മതിലൊക്കെ ചാടി സിനിമയ്ക്ക് പോവാന്ന് അറിയില്ലേ? ഇവിടെ രണ്ടെണ്ണത്തിന് ഹോസ്റ്റലിൽ കാണുന്നില്ല. എവിടെയെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഗുരുഭക്തി പറഞ്ഞത് രണ്ടും വിറകൊടിക്കാൻ പോയത്. ഉടനോടി, ദൈവമേ എന്തൊരു മഴയാണ്! ആ കുട്ടികൾ ആ മഴയത്ത്
നടന്ന് നനയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗുരു ഓടുകയാണ് പാവം. അവിടെ ചെന്ന് നോക്കുമ്പോ നനഞ്ഞ പിണ്ടങ്ങൾ 2 ആ സമയത്ത് സുധാമാവേ ആ ഗുരുവിനുണ്ടായൊരു വാത്സല്യം, ഗുരുവിനുണ്ടായ നമ്മളൊരു ഇഷ്ടം, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതിന് ആ ഗുരു നമ്മളെ മാറോട് ചേർത്ത് അനുഗ്രഹിച്ചു. കൃഷ്ണൻ പറയാണ്, ആ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത്. എന്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്? ഗുരോരനുഗ്രഹേണ. ഈ ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. 43-ാം ശ്ലോകം എന്താ പറയണത്? ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. പറയൂ എല്ലാവരും, ഗുരോർ അനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. അർത്ഥാവോ? ഗുരോർ അനുഗ്രഹേണ ഏവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് പുമാൻ പൂർണ്ണ പ്രശാന്തയേ, ഒരാളുടെ ജീവിതം പൂർണ്ണമാകുന്നത്. അതാണ് നമുക്ക് കുട്ടികളിലേക്കൊക്കെ പകർന്നു കൊടുക്കേണ്ടത്. അതായത് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനത അതാണ്. നമ്മൾ കൊടുക്കേണ്ട വിദ്യാഭ്യാസം അതാണ്. എന്താണ്? ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളൊരു ബോധം. എന്താ ജീവിത ലക്ഷ്യം? എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എന്ത് നേടാനാണ് നമ്മൾ ജീവിക്കുന്നത്? ആ ഒരു ബോധമുണ്ടാണ്. പൂർണ്ണതയിലേക്കുള്ള, പൂർണ്ണബോധത്തിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. അതിനനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ എനിക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സുധാമാവ് എപ്പോഴും നാമജപമാകുന്ന അനുഷ്ഠാനത്തിൽ അങ്ങനെ മുഴുകി 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 ലയിച്ചു ചേർന്നത്. ഈ വ്യക്തത നമുക്ക് തന്നത് ആരാണ്? ആരെ ഈ വ്യക്തത തന്നത്? അവർക്ക് പറയൂ, ഗുരുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഗുരോർ അനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം ഇന്ന് നമുക്ക് ഗുരു എന്നൊക്കെ പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം തരുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണത വരില്ല. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും ഓർക്കണം, വിദ്യാഭ്യാസം, ഞാൻ രാവിലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, വിദ്യാഭ്യാസം എന്നത് ഏണിംഗ് ആണ്, എടുക്കലാണ്, പഠിക്കലാണ്. എന്നാൽ മനസ്സിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്, പ്രവർത്തിക്കലാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കുന്നത് കൂടെ വന്നില്ല. നിങ്ങൾ ഒരു കുട്ടി നോക്കൂ, നല്ലവണ്ണം പഠിക്കുന്നു, മനസ്സിലാക്കി കഴിയും. പക്ഷെ മനസ്സിൽ വല്ല പേടിയോ വല്ല വിഷമങ്ങളോ ഉണ്ടെങ്കിൽ, വല്ല നെർവസ്നെസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പഠിച്ചതൊക്കെ എഴുതാൻ പറ്റുമോ? അപ്പൊ പഠിച്ചതിന്റെ കുഴപ്പമാണോ മാനസിക പ്രശ്നമാണോ? കൂടെ വന്നില്ല. അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോകും, കുട്ടിയെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം അനുഭവപ്പെട്ടു, നേരിട്ടു, ഒരു അപമാനിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി, കുട്ടി മെന്റലി അപ്സെറ്റ് ആയി. ആ കുട്ടിക്ക് വേണ്ട പോലെ എഴുതാൻ പറ്റുമോ? എല്ലാം പഠിച്ചതാണ്, എന്താ എഴുതാൻ പറ്റാത്തതിന് കാരണം? മനസ്സ് അപ്സെറ്റായി. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കാര്യങ്ങൾ പഠിക്കുന്നത് ബുദ്ധിയും അവതരിപ്പിക്കുന്നത്, അവർക്ക് പറയൂ, മനസ്സുമാണ്. അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? കാര്യങ്ങൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഗ്രഹിക്കുന്നത്, ഗ്രാസ്പ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് ബുദ്ധിയും, അതിനെ മുഴുവൻ കൂടെ വരുന്നില്ലേ? നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് ആരാണ്? മനസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നില്ല. ആ മനസ്സ് അപ്സെറ്റ് ആവാതിരിക്കണമെങ്കിൽ അവിടെയാണ് നമ്മളെ ഗുരുക്കന്മാര് തരുന്ന ബോധം. നമ്മുടെ ജീവിതം എന്തിനു വന്നതാണ്? അതുകൊണ്ട് വേണ്ടാത്തതിനെ അവഗണിക്കാനും വേണ്ടതിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനും സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്കുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം,
അതായത് എന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി കൃത്യമായി അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ മനോബലം, ഉറക്കെ പറയൂ, കൂടും. മനോബലം കൂടും തോറും മനസ്സിൽ തട്ടുന്ന വിഷമങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിൽ തട്ടുന്ന ചെറിയ ചെറിയ വിഷമങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, അവഗണിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഒരിക്കലും മാനസികമായി തളർത്താൻ പറ്റില്ല. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം ആരുടെയാണ്? കൂടെ വന്നില്ല നിങ്ങള്? ഏറ്റവും വലിയ അനുഗ്രഹം ആരുടെയാണ്? ഗുരുരനുഗ്രഹേനൈവ. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജീവിതത്തിന്റെ വിഷൻ, ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതത്തിന്റെ എന്താണ് കൈവരിക്കേണ്ടതെന്ന ബോധം. രണ്ട്, അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശീലനം, പ്രയത്നമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആർക്കും ആ വ്യക്തിയെ മാനസികമായി പറയൂ തകർക്കാനോ തളർത്താനോ സാധ്യല്ല. ഇതാണ് കൃഷ്ണൻ പറയുന്നത്, ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഗുരോരനുഗ്രഹേനൈവ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഗുരു ആരാണ്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗുരു ഉണ്ട്. ഞങ്ങളല്ല ഗുരുക്കന്മാര്. നിങ്ങളെ ഉള്ളിലുള്ള ഗുരു നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇത് ഉറപ്പിക്കണം. എന്റെ ജീവിത ലക്ഷ്യം എന്താണ്? എന്റെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തെ ഞാൻ എങ്ങനെയാണ് കൈവരിക്കേണ്ടത്? അത് കൈവരിക്കാനുള്ള നിങ്ങളുടെ പ്രയത്നം, ഇതൊക്കെ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം തരേണ്ടത്? ആരാണ് നിങ്ങൾക്ക് വ്യക്തത തരേണ്ടത്? പറയൂ. അതുകൊണ്ടാണ് ഉദ്ധവരോട് പറഞ്ഞത്, അവനവൻ ഗുരു, ഏറ്റവും വലിയ ഗുരു ആരാണ്? 11-ാം സ്കന്ധം 7-ാം അധ്യായം. അവിടെ ഉദ്ധവരോട് കൃഷ്ണൻ പറയും, ഉദ്ധവരെ 22-ാം ശ്ലോകം, 11-ാം സ്കന്ധം 7-ാമത് അധ്യായം 22-ാമത്തെ ശ്ലോകത്തിൽ ഉദ്ധവരോട് പറയും. 21, 22 ആയിരിക്കും തോന്നുന്നു. ഉദ്ധവരോട് പറയുന്ന ഭാഗമാണ്. 7-ൽ 20, 21, 22 ആയിരിക്കും. അതായത് ആത്മനോ ഗുരുരാത്മൈവ. കിട്ടിയോ ആർക്കെങ്കിലും? ഏതാ ശ്ലോകം? നമ്പർ എത്രയാണ്? 21. 21. ആത്മനോ 20. 20. ആത്മനോ ഗുരുരാത്മൈവ യത് പുരുഷസ്യ വിശേഷത യത് പ്രത്യക്ഷാനുമാനാപ്യം ശ്രേയോസോ അനുവിന്ദതേ. അങ്ങനെയല്ലേ ശ്ലോകം? അവനവന്റെ ഗുരു ആരാന്നാ കൃഷ്ണൻ പറയണത്? ആത്മനോ ഗുരു ആത്മൈവ. അവനവന്റെ ഗുരു ആരാണ്? അവനവൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ വേണം ഉറപ്പിച്ചു നിർത്താൻ. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ ആ കൺവിക്ഷൻ, ആ ബോധ്യം, ആ ഫേംനെസ്, ഇത് നമുക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് വേറൊരാൾക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രോതാക്കളിൽ പലരുണ്ടെന്ന് പറയുന്നത്. ചിലവര് വേഗം ക്യാച്ച് ചെയ്യും, ചിലവർക്ക് അത് മതി, അതിലൂടെ രക്ഷപ്പെടും. ചിലവർക്ക് എത്ര കേട്ടാലും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ അവരിൽ ആ ഗുരുത്വം ഉണരില്ല. അപ്പൊ നമ്മളിലൊക്കെ ശ്രോതാക്കൾ ഉണ്ടെങ്കിലും ആരും ഉണരില്ല. നമ്മളിലൊരു ഗുരുത്വമുണ്ട്, അത് ഉണരണം. ആ ഗുരുത്വം ഉണരുമ്പോഴാണ് എന്റെ ലക്ഷ്യം ഇതാണ്, ഞാൻ ഇതാണ് നേടേണ്ടത്, ഇതിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, ഇത് ഞാൻ അനുഷ്ഠാനത്തിലൂടെ വേണം. പിന്നെ നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും ആ ലക്ഷ്യം നേടേണ്ടതിനെ കുറിച്ചും വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇതൊരിക്കൽ നിങ്ങളുടെ തലയിൽ ഒരു ഫയർ വർക്ക്സ് കണക്ക് പോലെ, ഈ മറ്റേ കരിമരുന്നിന് തീ കൊടുക്കുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനാഗ്നിയെ തടുക്കാൻ പിന്നൊരാക്കും, ഉറക്കെ പറയൂ, സാധ്യമല്ല. പക്ഷെ നമ്മുടെ ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞാൽ വെള്ളം നനഞ്ഞു കിടക്കുക. ഈ കരിമരുന്നിന് വെള്ളം പറ്റി കഴിഞ്ഞാൽ, തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതുപോലെ തന്നെ ഇരിക്കും. അതിനൊരു ഊർജം ഉണ്ടാവില്ല, അതിനൊരു ഉഷാറുണ്ടാവില്ല.
അതിനൊരു വ്യക്തത ഉണ്ടാകുക. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഈ തലച്ചോറിലുള്ള കരിമരുന്നിന് എന്ത് പറ്റരുത്? കേട്ടോ? തലച്ചോറിലുള്ള കരിമരുന്നിന് എന്ത് പറ്റരുത്? നനവ് പറ്റരുത്. തലച്ചോറിലുള്ള കരിമരുന്നിന് കരിമരുന്ന് നനവ് പറ്റിയാൽ എന്തുണ്ടാവും? തീ പിടിക്കില്ല. അതുകൊണ്ട് പാവം തീ കൊടുക്കുന്നവൻ ഇങ്ങനെ തീ നനഞ്ഞൊരു പടക്കത്തിന് തീ കൊടുക്കുമ്പോൾ മറ്റേതാകുമ്പോൾ നിങ്ങൾ തൊട്ടാ മതി പോകും. മറ്റേതാകുമ്പോഴോ നനഞ്ഞതാകുമ്പോഴോ നനഞ്ഞ തീപ്പെട്ടി ഉരയ്ക്കാറില്ലേ? ചിലപ്പം ഒറ്റ ഉരയ്ക്കലിൽ കിട്ടുമോ? എന്ത് ചെയ്യണം? ചൂടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മൾ ഒരുപാട് സപ്താഹം കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് സപ്താഹം കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കരിമരുന്ന് കുറെ കാലായി നനഞ്ഞു കുതിർന്ന് കിടക്കുക. അതിനത്ര വേഗമൊന്നും തീ പിടിക്കില്ല. അപ്പൊ അതിനൊന്നും എന്ത് ചെയ്യണം? ചൂടാക്കണം. വെയിലത്ത് പോയി നിൽക്കണം എന്നല്ല പറഞ്ഞത്. ഓ, സ്വാമി പറഞ്ഞിട്ട് തലയിൽ കരിമരുന്നുണ്ട്, അതിനൊന്ന് ചൂട് പിടിപ്പിച്ചാലേ നമുക്ക് ഗുരുത്തുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് വേണം? ഉള്ളിൽ ഉറപ്പിക്കണം, എന്റെ ജീവിത ലക്ഷ്യം ഇതാണ്, അത് നേടാൻ ഞാൻ ചെയ്യേണ്ടത് ഇതാണ് എന്നതങ്ങോട്ട് ഉറച്ചാൽ അതിന്റെ പേരാണ് ഗുരുർ അനുഗ്രഹം എന്ന് പറയുന്നത്. എന്താണ്? എത്ര പേർക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്? നിങ്ങൾക്ക് കാത് കേൾക്കില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ വ്യക്തതയും ഉറപ്പും വന്നവർ എത്ര പേരുണ്ട്? കുറച്ചു പേരൊക്കെ ഉണ്ട്. നന്നായി. പെരുമ്പാവൂര് രക്ഷപ്പെടട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം വന്നാൽ ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. പറയൂ. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. വേണ്ട ഇതൊക്കെ? വേണോ? ഇതൊക്കെ എന്തൊരു അനുഗ്രഹം നോക്കൂ നിങ്ങള്. എന്തൊരു സുഹൃതമാണ് ജീവിതം. ഇത് കൃഷ്ണനാണ് ആരോട് പറയുന്നത്? സാക്ഷാൽ കൃഷ്ണൻ പറയാണ്, ഏറ്റവും ജീവിതത്തിന്റെ ഭാഗ്യം എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ കൃഷ്ണൻ പോലും പൂർണ്ണതയ്ക്ക് വേണ്ടി ദിവസവും ജപിക്കുകയും ധ്യാനിക്കുകയും വേണം. അപ്പൊ പിന്നെ നമുക്കും വേണ്ട ഇതൊക്കെ? വേണോ വേണ്ടയോ? ഇതെങ്ങനെ നമ്മുടെ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അല്ലേ? ആരും ഇതൊന്നും പ്രോപ്പർലി നമുക്ക് പറഞ്ഞു തന്നില്ല. ഇതങ്ങോട്ട് ശരിക്കും നമ്മുടെ തലയിൽ കയറിയിരുന്നെങ്കിൽ, കുട്ടിക്കാലത്തെ നിങ്ങളുടെ തലയിൽ കയറിയിരുന്നെങ്കിൽ, ഏത് കയറിയിരുന്നെങ്കിൽ ഏത് കയറിയിരുന്നെങ്കിൽ ഏത് കയറിയിരുന്നെങ്കിൽ ഏത് കയറിയിരുന്നെങ്കിൽ ഏത് കയറിയിരുന്നെങ്കിൽ അനുഷ്ഠാനം നിങ്ങൾക്ക് ഇല്ലാത്തോണ്ടാണോ? നിങ്ങൾക്കൊക്കെ അനുഷ്ഠാനമുണ്ട്. എന്തു കയറിയിരുന്നെങ്കിൽ എന്താണ് നേടേണ്ടതെന്ന ആ വ്യക്തതയും അതെങ്ങനെ നേടണമെന്ന വ്യക്തതയും, ഈ രണ്ട് വ്യക്തത നമ്മുടെ ഉള്ളിൽ കൃത്യമായി ഉറച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? എന്താണ് നേടേണ്ടത് ഈ ജീവിതത്തിൽ എന്ന വ്യക്തതയും അത് എങ്ങനെയാണ് നേടേണ്ടതെന്ന വ്യക്തതയും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളോട് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അനുഷ്ഠാനം ഏതിൽ വരുന്നതാണ്? അനുഷ്ഠാനം എവിടെ വരുമ്പോഴാണ്? ഏത് വരുമ്പോഴാണ്? കൂടെ വന്നില്ല. ഈ അനുഷ്ഠാനങ്ങളും ജപവും എവിടെയാണത് വരുന്നത്? ഈ പറഞ്ഞതിൽ കൂടെ വന്നില്ല നേടാൻ. എങ്ങനെ എന്താണ് നേടേണ്ടതെന്നും എങ്ങനെ ഇതിൽ അനുഷ്ഠാനം ഏതിലാ വരുന്നത്? എങ്ങനെ നേടണം അതിനുള്ള വഴിയാണ് ഏത്?
അനുഷ്ഠാനം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ വ്യക്തത നമ്മുടെ ഉള്ളിൽ ഉറച്ചിരുന്ന്, അനുഷ്ഠാനമില്ലാത്തോണ്ടല്ല. അമ്പലത്തിൽ പോയിട്ടൊക്കെ നിങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്, പക്ഷെ ആ ജപത്തിൽ ആഴമില്ല. ജപത്തിൽ അങ്ങോട്ട് മനസ്സ് ഉറക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണത്? എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്താണ് എനിക്ക് നേടേണ്ടതെന്ന കാര്യം നമുക്കറിയില്ല. അപ്പൊ എന്തായി? ആ ചെയ്യുന്നത് വെറും ഒരു യാന്ത്രികമായി നമ്മൾ കൊണ്ടുതന്നു. ശരിയാണോ ഞാൻ പറയുന്നത്? അനുഷ്ഠാനം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ നേരെയാവാത്തത്. പക്ഷെ അനുഷ്ഠാനത്തിൽ അർപ്പണവും ആത്മാർത്ഥതയും ആഴവും ഇല്ല. അത് വെറും ഒരു ഉപരിതലത്തിൽ മാത്രം നിൽക്കുന്ന വെറും ഒരു ചടങ്ങായി മാറി. ശരിയാണോ? ഏതായാലും ഇവിടെ പറയുന്നു, കൃഷ്ണൻ ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തി. ഈ രണ്ട് വാക്കുകൾ മറക്കരുത്. എന്താണ് ഞാൻ നേടേണ്ടത്, എങ്ങനെയാണ് ഞാനത് നേടേണ്ടത്, ഇത് മറക്കരുത്. ഇത് വീട്ടിൽ പോയി എഴുതി വെക്കണം. ഇത് വീട്ടിൽ എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? എന്താണ് ഞാൻ നേടേണ്ടത്, അതെങ്ങനെയാണ് ഞാൻ നേടേണ്ടത്. അതിന്റെ ഉത്തരം എഴുതി വെക്കണ്ട. ഉത്തരം ആ ചോദ്യം കാണുമ്പോൾ എവിടെ വരണം? നിങ്ങളുടെ ഉള്ളിൽ വരണം. അതിന് മറ്റുള്ളവർ വായിക്കാനും പോണ്ട. ഇതെന്താ എഴുതി വെച്ചിട്ട് എന്താണ് നേടേണ്ടത്, എങ്ങനെയാ നേടേണ്ടത്? അവര് വിചാരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ ചില ടാബ്ലറ്റുകളൊക്കെ നിങ്ങൾ സ്ഥിരം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കിടന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർക്കല്ലേ തോന്നുള്ളൂ. എന്നാലും നമുക്കൊരു വ്യക്തത ഉണ്ടാവില്ലയോ? നോക്കൂ, എന്തൊരു രസമാണ് ജീവിതം. ഇത് എഴുതി വെക്കണേ വീട്ടില്. എന്നാ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയണത്? എന്തെഴുതി വെക്കണം? പാൽക്കാരന് കൊടുക്കേണ്ടതും മറ്റേ പച്ചക്കറിക്കാരന് കൊടുക്കേണ്ടതും പലചരക്കുകാർക്ക് കൊടുക്കേണ്ടതാണ് എഴുതി വെക്കേണ്ടത്, ആണോ? അല്ല. പിന്നെ എന്താ എഴുതി വെക്കേണ്ടത്? ഒരു വീട്ടില് ഞാൻ പറഞ്ഞു, നോക്കൂ, ഇതൊക്കെ എഴുതി വെക്കൂ അമ്മേ, എന്നാ നിങ്ങൾക്ക് പഠിക്കാം. പിറ്റേ പ്രാവശ്യം ഞാൻ പോയപ്പോണ്ടത് രാവിലെ കഴിക്കേണ്ട ഗുളിക, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഗുളിക, ഗുളികയുടെ ഒക്കെ പേരും കഴിക്കേണ്ട ഗുളിക എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെന്താണ്? ഇതാണ് ഞാൻ നേടേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. എവിടെ നേരെയാവണോ? അപ്പൊ അതാണോ എഴുതി വെക്കേണ്ടത്? എന്താണ് ഞാൻ നേടേണ്ടത്, എങ്ങനെയാണ് ഞാനിത് നേടേണ്ടത്? ഇനി മറക്കുമോ നിങ്ങൾ? ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം, സ്വാമി എന്താ നേടേണ്ടത് എന്ന്. അതെങ്ങനെയാണ് നേടേണ്ടത്? ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പ് വന്നാൽ, ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, ഈ ഉറപ്പിന്റെ പേരാണ് ഗുരുത്വം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇത് ഉറച്ചു കിട്ടിയാൽ എന്ത് കിട്ടി? നിങ്ങൾ ഗുരുത്വമുള്ളവരായി. കാരണം നിങ്ങൾ ചെയ്യുന്നതിന് അർപ്പണവും ആത്മാർത്ഥതയും ആഴവും ആസ്വാദനവും കൂടും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഇത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? എന്തൊരു രസമാണ് നോക്കൂ. കൃഷ്ണന്റെ ഈ വാക്കുകൾ മറക്കരുത്. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തേ. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. ഇത് ഞാൻ പറഞ്ഞതല്ല. ആര് പറയുന്ന? സാക്ഷാൽ കൃഷ്ണൻ പറയാം. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. അതിനെന്ത് വേണം? ഗുരുത്വം വേണം. എന്താ ഗുരുത്വം? നേടേണ്ടതിനെ കുറിച്ചും അതെങ്ങനെ നേടണമെന്നതിനെ കുറിച്ചുള്ള മനസ്സിന്റെ വ്യക്തതയും ആത്മാർത്ഥതയും. ഇത് രണ്ടുമുണ്ടോ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. മനസ്സിലാവുണ്ടോ? നിങ്ങളെ തോൽപ്പിക്കാൻ വിധിക്ക് പോലും സാധ്യമല്ല. കാരണം വിധിക്ക് പോലും സാധ്യമല്ല എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ അനുഷ്ഠാനത്തിന്റെ തീവ്രത കൂടുമ്പോൾ വിധി പോലും മാറിത്തരും. നിങ്ങൾ നോക്കൂ, വാതരോഗം കൊണ്ട് തളർന്നുപോയ ഭട്ടതിരിപ്പാടിന് വാതരോഗം വിധിയാണ്, അല്ലേ? ആണോ? തനിക്ക് കിട്ടിയ ഒരു രോഗം ഒരു വിധിയല്ലേ? ഓ, ഇതെന്റെ വിധിയാണെന്നല്ലേ പറയുക. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ നാരായണീയത്തിന്റെ കാവ്യരചനയിലേക്ക് തിരിഞ്ഞപ്പോൾ ആ വിധിയൊന്നും അദ്ദേഹത്തിനെ തളർത്തിയില്ല. അപ്പൊ ഓരോരുത്തർ പറയണു, എന്റെ ജീവിതം എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തളർന്നിരിക്കുമ്പോൾ
അവർ തളർന്നിരിക്കാൻ എന്താ കാരണം? എന്താണ് ചിലരൊക്കെ ജീവിതത്തിൽ അങ്ങനെ തളർന്നും തകർന്നും ഇരിക്കാൻ കാരണം? അവരുടെ വിധിയിൽ അവര് വളരെ മാനസികമായി അപ്സെറ്റ് ആവാൻ കാരണം എന്താ കാരണം? വിധിയാണോ തകർത്തത്? പിന്നെന്താണ്? ജീവിതത്തിൽ ശരിക്കും എന്താണ് നേടേണ്ടതെന്നും അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ കാണുന്ന ലോകം തന്നെ സത്യമെന്ന് കരുതി, ലോകമുണ്ടോ കാലമുണ്ട്, കാലമുണ്ടോ വിധിയുണ്ട്. രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം കാലത്തിന്റെ മറ്റൊരു പേരാണ് വിധി. അനുകൂലവും പ്രതികൂലവും. പ്രതികൂലം വരുന്നതിനല്ലേ വിധി പറയാ? ആണോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല വിധികളിലൂടെയും നമ്മള് പറയൂ കടന്നു പോകണം. അപ്പൊ സ്കൂളില് നമ്മൾ പഠിക്കുന്നു, ഒരുപാട് കൂട്ടുകാരും ഒക്കെ ഇട്ട് അല്ലേ? നല്ലൊരു കാലാണ് കൂട്ടുകാരൊക്കെ കൂടിയിട്ടൊരു കാലം ഇല്ലേ? അത് കഴിഞ്ഞ് പിരിയുമ്പോൾ ഒരു ദുഃഖലേ. പഴയ കാലത്തൊക്കെ വെക്കേഷൻ വരുമ്പോ എല്ലാ ബന്ധുക്കളും കുട്ടികളൊക്കെ ഒത്തുകൂടും. ഉണ്ടോ ഇല്ലയോ? വീടുകളിലൊക്കെ പഴയ കാലം കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടോ? എല്ലാ കുട്ടികളും മറന്ന് മാവും പ്ലാവും ഇല്ലേ, അങ്ങനെയൊക്കെ നടന്നവരില്ലേ ഇവിടെ? അത് കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ അതൊരു വേദനയില്ലേ? പറയൂ നിങ്ങള്. അപ്പൊ നോക്കൂ, വിധി ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലതും നമ്മൾ മറന്നു പോകുന്നു. ഇപ്പൊ ജീവിതത്തില് ഏറ്റവും വലുത് മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ഉൾക്കരുത്താണ്. ഒരു വിധിയിലും തൂങ്ങിക്കിടന്ന് മുറുകി പിടിച്ച് ദുഃഖിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ നിങ്ങള്, ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളരെ ഡിപ്രഷനിലേക്ക് പോവാണ്. ഒരു ജോലി കിട്ടാത്തതിലുള്ള വിഷമം, വിചാരിച്ച അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലുള്ള വിഷമം. ആണോ? പറയൂ. പലതരത്തിലുള്ള വിഷമങ്ങള്, വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വിഷമം. ഇതൊക്കെ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടുള്ളൊരു യാത്രയാണ്. അപ്പൊ അതിനാ ശക്തി കിട്ടാൻ എന്ത് വേണം? ആ മനോബലം കിട്ടാൻ എന്ത് വേണം? ഈ വിധിയൊക്കെ മറികടക്കാൻ എന്ത് വേണം? കൃത്യമായ അനുഷ്ഠാനം. അപ്പോഴേ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു വിവേകമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ തളരാതെ മുന്നേറാൻ പറ്റുള്ളൂ. അതിന്റെ പേരാണ് ഗുരുത്വം. ഗുരുത്വം. നമ്മൾ ഈ ഗുരുത്വം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അല്ലാതെ സ്വാമിമാരെ കണ്ടിട്ട് എന്റെ തലയിലൊന്ന് കൈവയ്ക്കൂ സ്വാമി, ഗുരുത്വം ഉണ്ടാവട്ടെ എന്ന്. ഗുരുത്വമല്ല, നിങ്ങളുടെ തലയിലെ എണ്ണയോ അല്ലെങ്കിൽ ആ പെയിന്റോ കയ്യിലാവും. മനസ്സിലായില്ലേ? ഒരാളുടെ തലയിലെ കൈ വെച്ചത് കൊണ്ട് ഗുരുത്വം ഉണ്ടാവുമോ? എന്തോന്നും മിണ്ടാത്തത്. ചിലവര് പറയും, സ്വാമി എന്റെ തലയിലൊന്ന് കൈവയ്ക്കൂ, എന്റെ ജീവിതം ഗുരുത്വം ഉണ്ടാവും. അങ്ങനെ ഈ കൈക്ക് ഗുരുത്വം തരാൻ കഴിവുണ്ടേ ഞങ്ങളുടെ തലയിൽ തന്നെ വെക്കില്ല ഇത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. തലയിൽ കൈവച്ച് ഗുരുത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ മെനക്കെടേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ പിന്നെ വല്ല കറണ്ടും വെച്ചു കൊടുക്കണം. ഗുരുത്വം ഉണ്ട് എന്ന് പറയും. ചെറിയ ഷോക്കൊക്കെ തട്ടപ്പോ. അല്ലാതെ എന്ത് ഗുരുത്വം? അങ്ങനെ ഒരാൾക്ക് തരാൻ സാധിക്കുന്നതല്ല ഏത് ഗുരുത്വം. കൃഷ്ണൻ പറയുന്നു, ഈ ഗുരുത്വം എവിടെ കണ്ടെത്തണം? അവനവന്റെ, അല്ലെങ്കിൽ ഉദ്ധവരോട് പറയൂ, ആത്മനോ ഗുരുരാത്മൈവ. അതിന്റെ അർത്ഥം എന്താണ്? അവനവന്റെ ഗുരു ആത്മൈവ എന്ന് പറഞ്ഞാൽ അവനവന്റെ ഗുരു ആര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് നേടേണ്ടതിനെ കുറിച്ചും ആ വ്യക്തതയാണ് ഗുരു. അത് നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു കിട്ടണം. ഗുരോർ അനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തേ. ഇത് കേട്ടിട്ട് ആ സുധാമാവ് കൃഷ്ണനെ നോക്കിക്കൊണ്ട്, കൃഷ്ണനെ സുധാമാവ് എങ്ങനെയാ കണ്ടിട്ടുണ്ടാവുക? നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുകയാണേ, നമ്മൾ ഈ കഥകളൊക്കെ വികൃതമാക്കിയവരാണ്. ഈ കഥകളൊക്കെ തെറ്റായി മനസ്സിലാക്കിയവരാണ്. ദാരിദ്ര്യമുള്ള ഒരു സുധാമാവ് കൃഷ്ണനെ കാണാൻ പോയി പറഞ്ഞ തന്റെ ദാരിദ്ര്യവും കാണിച്ച്, അങ്ങനെ കൃഷ്ണൻ എന്തോ സമ്പത്ത് കൊടുത്ത് ധന്യനാക്കി ഈ ലോട്ടറി അടിച്ചു പോലെ വന്ന ഒരാളുടെ കഥയായിട്ടാണ് നമ്മൾ ഏത് കേട്ടത്? അങ്ങനെയല്ലേ?
ഒന്നും മിണ്ടാത്തത് നിങ്ങള്. പലരും ഈ സുധാമ ചരിതം വായിക്കുമ്പം അതിൽ കൊണ്ടുവയ്ക്കുമ്പോ എന്താ മനസ്സിൽ വിചാരിക്കുക? നിങ്ങളെന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പലരും ഈ അവില് കൊണ്ടുവയ്ക്കുമ്പോഴെന്താ വിചാരിക്കുക? പണ്ടൊരു കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് ഇങ്ങനെ ക്യൂല് നിൽക്കുകയാണേ. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പാടുമ്പോ ഈ കുട്ടിയും പാടുന്നുണ്ട്, ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേ. അപ്പം ഒരു അമ്മ അടുത്തിരിക്കുന്ന കുട്ടി പറയാം, എന്താ 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 പാടിയത് കുട്ടി? ദൈവമേ കൈത്തൊഴാം കേക്കുമാറാക്കണേ, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേ. മുത്തശ്ശി പറഞ്ഞപ്പോ, ഇങ്ങനെയൊന്നും ചൊല്ലരുത് കുട്ടി, ഇതൊക്കെ തെറ്റാണ്, അങ്ങനെയല്ല ചൊല്ലേണ്ടത്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണേ, പാപമാം എന്നെ നീ കാക്കുമാറാക്കണേ. അപ്പൊ കുട്ടി പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ പാട്ട്, എന്റെ പാട്ട് ഞാൻ പാടി. എന്താണത്? ദൈവമേ കൈത്തൊഴാം കെ കുമാറാക്കണം. ഞങ്ങളുടെ നാട്ടിലെ വലിയ കോൺട്രാക്റ്റുകാരൻ കെ കുമാറാണ്. അയാളുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. അതുകൊണ്ട് വല്ലതും നീ എന്നെ ആക്കുകയാണെങ്കിൽ കെ കുമാറിനെ പോലെ ആക്കണം. ഇനി അത് പറ്റിയില്ലേ കുഴപ്പമില്ല, കാൽകുമാർ, അല്ലെങ്കിൽ നീ എന്നെ കുമാറിന്റെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കാൽ ഭാഗത്തൊന്നും. ഇതാണ് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് ഇല്ലേ? സുധാമാവിന് കൊടുത്തത് അത്രയും തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും. അപ്പൊ നമ്മളൊക്കെ ദൈവമായി കൃഷ്ണനെ കാണുന്നു. ആരായിട്ട്? സുധാമാവ് ആരായിട്ടാ കൃഷ്ണനെ കാണുന്നത്? ആ 2 വരികൾ നോക്കൂ, 44, 45 ഗുരു. ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. ഭാഗവതം പഠിക്കുമ്പോഴാണ് നമ്മുടെ സംശയങ്ങൾ തീർന്നു കിട്ടുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ തെറ്റ് തന്നെ ആവർത്തിക്കും. ഇവിടെ കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന ഏഷം വാസോ ഗുരുരഭൂത് യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോം ക്ഷേയസം തസ്യ ഗുരുഷു വാസോ അത്യന്ത വിഡംബനം. കൃഷ്ണനെ കാണുന്നത് ഏത് രൂപത്തിലാണ്? ഏ ദേവദേവ ജഗദ്ഗുരു. ആരായിട്ടാ കാണുന്നത്? നിങ്ങൾ കാണുന്നില്ലേ 80, 44, 45? ദേവദേവ ജഗദ്ഗുരു. കൃഷ്ണനെ കാണുന്നത് ജഗദ്ഗുരു. അപ്പൊ കൃഷ്ണനെ ഒരു ദൈവമായിട്ട് ആരും കണ്ടിട്ടില്ല. കൃഷ്ണനെ ദൈവമായിട്ടല്ല ഇവരൊന്നും കണ്ടത്. കൃഷ്ണനെ ആരായിട്ടാ കണ്ടത്? ദേവദേവ ജഗദ്ഗുരു. ആരെ കണ്ടു? ഒരു ജഗദ്ഗുരുവായി കണ്ടു. അങ്ങക്ക് എന്താണ് പഠിക്കേണ്ടതായിട്ടുള്ളത്? ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തന്നെ അങ്ങ് ഗുരുകുലത്തിൽ വന്നത്. ഇത് വെറും ഒരു വിഡംബനമായിരുന്നില്ലേ? എന്ന് വെച്ചാൽ ഒരു അഭിനയമല്ലേ, നാട്യമല്ലേ? കൃഷ്ണനെ കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങക്ക് വല്ലതിൻ്റെയും അറിവ് നേടേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈകൂപ്പിയപ്പോൾ ആ കൃഷ്ണൻ സുധാമാവിനോട് ചോദിക്കുകയാണ്, സുധാമാവേ, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ എനിക്ക് വല്ലതുമൊക്കെ കഴിക്കാനായി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സുധാമാവിന്റെ മുന്നിൽ കൃഷ്ണൻ കൈനീട്ടി. ഞാൻ സത്യം ചോദിക്കുകയാണെ നിങ്ങൾ പറയണം, സുധാമാവിന്റെ ആ ശരീരത്തിന്റെ കോലം കണ്ടാൽ ആർക്കെങ്കിലും കൈനീട്ടാൻ തോന്നുമോ? സുധാമാവിന്റെ ആ ശരീരത്തിന്റെ സ്കെൽറ്റൻ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാരെങ്കിലും കൈനീട്ടോ? കൈനീട്ടോ? നീട്ടുവോ? കാരണം കാണുന്നവൻ അറിയാം ആ ശരീരം മൊത്തം ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണ്. ആണോ? എന്നിട്ടും കൃഷ്ണൻ ഒരു ലജ്ജയും ഇല്ലാതെ എന്ത് ചെയ്തു? നോക്കണം, സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ദാരിദ്ര്യത്തിന്റെ നടുവിൽ കിടക്കുന്ന ആ സുധാമാവിന്റെ മുന്നിൽ കൈനീട്ടി. ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ ആരും ചിത്രം വരച്ചിട്ടില്ല. ഏത് ചിത്രം? എല്ലും കൂടാരായിരിക്കുന്ന ഒരു കുചേലന്റെ മുന്നിൽ സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ കൈനീക്കി പിടിക്കുന്ന ഒരു ചിത്രം കണ്ടാൽ, ആ ചിത്രം കണ്ടാൽ പിന്നെ ഈ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. രാഷ്ട്രീയക്കാര് പറയും ഇതൊക്കെ ബൂർഷകളുടെ ചൂഷണമാണെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ച് കളയും ഇല്ലേ? ഭഗവാന് സുധാമാവിന്റെ മുന്നിൽ കൈനീട്ടാൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല. കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്,
അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും വരുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് എന്താണ് കൊണ്ടുവന്നത്? ഇതൊരു വല്ലാത്തൊരു രംഗമല്ലത്, ഇല്ലേ? ദരിദ്രനായ സുധാമാവിന്റെ മുന്നിൽ ഇപ്പൊ ആരാ ശരിക്കും പിച്ച യാചിച്ചത്? ഇപ്പൊ ആരാണ് ശരിക്കും യാചിച്ചത്? സുധാമാവ് കൈനീട്ടിയില്ല. ആരാ കൈനീട്ടിയത്? ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ അതിന് മടിയില്ല. ഭഗവാൻ പറയുന്ന എന്റെ ഭക്തന്റെ മുന്നിൽ ഞാൻ കൈനീട്ടും. പക്ഷെ എന്റെ ഭക്തനെ കൊണ്ട് ഞാൻ കൈനീട്ടിക്കില്ല. കൈനീട്ടിയവനോട്ട് ഭക്തനുമല്ല, കൈനീട്ടുന്നവനോട്ട് ഭക്തനുമല്ല. അങ്ങനെ കൈനീട്ടിയപ്പോ സുധാമാവിന്റെ കയ്യിൽ എന്തുണ്ട്? അവിലുണ്ട്. അതെന്താ വെച്ചാൽ ആ അവില് ഇത്യുക്തോ വിദിത തസ്മൈ 81-ാം അധ്യായമാണ്. വ്രീഡിത പതയേ ശ്രിയ പൃഥക പ്രസ്തുതിം രാജൻ പ്രായക്ഷതമങ്മുഖ. തന്റെ കയ്യിലിരുന്ന അവില് കൃഷ്ണന് കൊടുക്കാതെ പുറകോട്ട് മാറ്റി വെച്ചു കളഞ്ഞു. കൃഷ്ണൻ കൈ നീട്ടിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പം എന്താണ് കൊണ്ടുവന്നത്? ചോദിച്ചിട്ടും ആര് കൊടുത്തില്ല? അപ്പൊ ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? നിങ്ങൾ ആ സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ കമന്റ് പറയാ? ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ദാരിദ്ര്യത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും കൃഷ്ണൻ കൈ നീട്ടിയിട്ട് പോലും സുധാമാവ് കയ്യിലുള്ള അവല് കൃഷ്ണന് കൊടുത്തില്ല. നമ്മൾ എന്താ പറയാ അതിന്? നമ്മൾ എന്താണ് അഭിപ്രായം പറയാ? കണ്ടില്ലേ, ദാരിദ്ര്യത്തിൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഈ മലയാളികളുടെ കമന്റ് അങ്ങനെ ഉണ്ടാവുക അല്ലെ? എങ്ങനെയല്ല ഉണ്ടാവുക? ദാരിദ്ര്യത്തിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. എന്നാൽ സുധാമാവ് കൊടുക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഇല്ലേ? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? കല്ലുണ്ടായിരുന്നോ? ഇതെന്താ പെരുമ്പാവൂരിലാവില്ലോ? ഇതിനൊന്നും പറയരുത്. എന്തായിരിക്കും സുധാമാവ് ചോദിച്ചിട്ട്, അത് ഭഗവാൻ കൈനീട്ടി ചോദിച്ചിട്ട് എന്നിട്ടും സുധാമാവ് കൊടുത്തില്ല പറഞ്ഞാൽ കാരണം നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ചെറിയ നിസ്സാരമായ സാധനം എങ്ങനെയാ കൃഷ്ണന് കൊടുക്കുക എന്നുള്ളത്. അതായിരിക്കുമോ? നിങ്ങൾ എന്താ ക്വാളിറ്റി കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്? എന്താ അങ്ങനെയൊക്കെ ഉള്ളത് പറയരുത്. അന്നൊക്കെ ഈ ഒലക്കയും ഒരലൊക്കെ ഇടിച്ച അവിലല്ലേ? ഇന്നത്തെക്കാളും ക്വാളിറ്റി നല്ലതല്ലേ? ഇന്നിപ്പോ ഒലക്കയിലും ഒരലൊക്കെ ഇടിച്ചതിന് പറയുന്നത് അറിയോ? ഓർഗാനിക് അവിലാണ്. ഓർഗാനിക് അവിലിനൊക്കെ വില വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതിന്റെ റീസൺ ഉണ്ടായിരിക്കണം. എന്തായിരിക്കും റീസൺ? ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് കൃഷ്ണൻ ചോദിച്ചിട്ടും സുധാമാവ് അവില് കൊടുത്തില്ല എന്ന് മാത്രമല്ല, എന്ത് ചെയ്തു? പുറകോട്ട് ഒളിപ്പിച്ചു വെച്ചു കളഞ്ഞു. കൊടുത്തില്ല. അപ്പൊ ഒരു നിമിഷം ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ കൈനീട്ടി യാചിച്ചിട്ടും ഈ സുധാമാവ് എനിക്ക് അവില് തരുന്നില്ല. എന്തായിരിക്കും കാരണം? മനസ്സിലായി. എന്താ കാരണം എന്നറിയോ? കൃഷ്ണൻ പോലും തൊഴുതുപോയില്ല. ആ ശ്ലോകം സർവഭൂതാത്മസാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയെന്നായം ശ്രീരാമോ മാപജൽപുര. എന്താ അർത്ഥം എന്നറിയോ? സുധാമാവ് എനിക്ക് അവില് തന്നാൽ, എന്റെ കൈകളിലേക്ക് അവില് വെച്ചാൽ ഞാനും സുധാമാവിന് എന്തെങ്കിലും കൊടുക്കും. അതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ലജ്ജിക്കുന്നു ഈ മനുഷ്യൻ. കൃഷ്ണനിൽ നിന്ന് വല്ലതും തനിക്ക് കിട്ടുന്നതിൽ
ലജ്ജിക്കുന്നു. ആര്? സുധാമാവ്. അതായത് കൃഷ്ണനിൽ നിന്ന് തനിക്കൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കുക, ആ ദാരിദ്ര്യത്തിന്റെ ഉള്ളിലുള്ള ഒരാളുടെ മനസ്സ് എവിടെ നിൽക്കുന്നു. ആ മനസ്സാലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കൃഷ്ണനിൽ നിന്ന് തനിക്കൊന്നും ഒന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും എനിക്ക് വേണ്ട. ഞാൻ വല്ലതും പ്രതീക്ഷിച്ചിട്ടായിരിക്കോ കൃഷ്ണൻ ഈ അവില് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ അവിലും കൊടുക്കില്ല. ആ കാര്യം മനസ്സിലായതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി, പാവം ഇദ്ദേഹത്തിന്റെ പത്നിക്ക് ഇത്തിരി ദാരിദ്ര്യം കണ്ട് യാചിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണം വല്ലതും വീട്ടിൽ നിവൃത്തി കഴിയാൻ. അത്ര ഒരു അഷ്ടി ദാരിദ്ര്യമാണ് വീട്ടില്. എന്നാ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഒന്ന് അനുഗ്രഹിക്കേണ്ടത്? ഭഗവാൻ തന്നെ മനസ്സിൽ വിചാരിക്കണം. പത്നിയാ പതിവ്രതായസ്തു പ്രിയ സഖാ പ്രിയ ജിഗീഷയാം പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ അമർത്യദുർലഭ. അദ്ദേഹത്തിന്റെ പത്നിയെ എനിക്കൊന്ന് അനുഗ്രഹിക്കണം. സുധാമാവിന് ഒരു കുറവും വരരുത്. അതുകൊണ്ട് ആ പത്നിയെ അനുഗ്രഹിക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എണീറ്റു. ഇത്തം വിധന്യനേകാനി ഇത്തം വിചിന്യവസനാൽ ക്ഷീരബദ്ധൽജന്മന. അവിടെ ചാടി എണീറ്റിട്ട് പുറകില് തന്റെ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അവിൽക്കിഴി അങ്ങോട്ട് സ്വയം തട്ടിപ്പറിച്ചെടുത്തു എന്നാണ്. കൃഷ്ണനാണെങ്കിൽ തട്ടിപ്പറിച്ചെടുക്കാൻ നല്ല ശീലമാണ്. ജീവിതം മൊത്തം തട്ടിപ്പറിച്ചെടുത്ത കാര്യമുള്ളൂ അല്ലേ? രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിലും കൃഷ്ണൻ സുധാമാവിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത് അതങ്ങോട്ട് തുറന്ന് ഒരു പിടി വായിലിട്ടിട്ട് പറയാം, തന്മേതതുപനീതമ്മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ടുലൻ. ഓ, എന്റെ സുധാമാവെ എന്തൊരു രുചിയാണ്. സുധാമാവ് പറഞ്ഞു പെരുമ്പാവൂരിൽ നിന്നാണെന്ന്. അത്ര രുചിയുള്ളൊരു അവിൽ, അത്ര നല്ലൊരു അവില്. ഇത് പറഞ്ഞതും ഭഗവാൻ രണ്ടാമത്തെ പിടി എടുക്കാനായി ഒരു മുഷ്ടി പിടിച്ചതും കൈ പൊക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആര് പിടിച്ചു? രുക്മിണി ദേവി ഒരു പിടുത്തം. എന്തിനാ അത്? ഷുഗർ ഉണ്ടായിരുന്നോ കൃഷ്ണന്? ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടോ? കാരണം ഷുഗറൊക്കെ ഉള്ള ഭർത്താവ് എന്തെങ്കിലും എടുക്കുമ്പോഴാണ് ഭാര്യ ഒരു നോട്ടൊക്കെ നോക്കിയിട്ട് ബോധമില്ലാത്ത മനുഷ്യൻ ആർത്തി കൊണ്ട് കഴിക്കുന്നതാണ് ഇല്ലേ? അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ? ഉണ്ടോ? ചിലപ്പോ ഭർത്താവിന് ബോധം ഉണ്ടാവില്ല, ആർത്തിയോടെ വലുതൊക്കെ കഴിക്കുമ്പോഴാണ് ഭാര്യ ഒരു പിടുത്തം. കൃഷ്ണൻ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ കൃഷ്ണൻ രണ്ടാമത്തെ പിടി എടുത്തതും രുക്മിണി ദേവി കൈപിടിച്ചവ കണ്ണിലേക്ക് നോക്കി. നോ. എന്തിനോ? അവില് വേണ്ടെന്നല്ല, അവില് വേണ്ടെന്നല്ല, എന്നെ ട്രാൻസ്ഫർ ചെയ്യണ്ടാന്ന്. അപ്പൊ ഈ ഒന്നാമത്തെ പിടി അവില് കഴിക്കുമ്പോ തന്നെ സുധാമാവിന്റെ ബിൽഡിംഗ് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ പൊളിച്ച് നല്ല നാലുകെട്ട് വീടുകളൊക്കെ അവിടെ പണിത് അതിന് നല്ല ഫ്ലോറിങ് ചെയ്ത് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് പെയിന്റിങ് ഒക്കെ ചെയ്ത് നല്ല ഫർണിഷ് ചെയ്ത് പെർഫെക്റ്റ് വീട്. രണ്ടാമത്തെ പിടി എടുത്തപ്പോ കൃഷ്ണൻ ഓർമ്മ വന്നു, അല്ല പാവം അദ്ദേഹത്തിന്റെ പത്നിയെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? രുക്മിണി പോയി സഹായിക്കുന്നു. കൃഷ്ണൻ രുക്മിണിയെ പോലും ആ വീട്ടിൽ സഹായത്തിന് നിർത്താൻ തയ്യാറായി എന്നത് രുക്മിണി ദേവി നോക്കുകയാണ്. ഒന്നാമത്തെ പിടിയിൽ എന്തൊക്കെയാ ട്രാൻസ്ഫർ ചെയ്തത് എന്ന്. അന്നത്തെ ആദ്യത്തെ കാലത്ത് ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്. ആരുടെ? കൃഷ്ണന്റെ ട്രാൻസ്ഫർ എല്ലാം കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസ്ഫറിൽ ആരെ? അവിടെയുള്ള ജോലിക്കാരെ തീരുമാനിക്കുകയാണ്. അങ്ങനെ രുക്മിണി ദേവിയെ പോലും ജോലിക്ക് വിട്ടുകൊടുക്കാൻ കൃഷ്ണൻ തയ്യാറായി. നോ. എന്തിനോ? എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണ്ട, ഞാൻ ഇവിടൊക്കെ നിന്നോളാം. അപ്പം പിന്നെ കൃഷ്ണൻ രണ്ടാമത്തെ പിടി വിട്ടു.
പിന്നെ അത് കഴിഞ്ഞ് സുധാമാവായിട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞ് വർത്തമാനൊക്കെ പറഞ്ഞ് അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം കൃഷ്ണൻ ഉണരുന്നതിന് മുമ്പ് സുധാമാവ് എണീറ്റ് സ്നാനം വിട്ടു. അതെന്തിനാവോ? ടാറ്റാ ബൈബി ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം? ഒന്നാലോചിച്ചൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണൻ വല്ലതും തനിക്ക് തന്നാലോ എന്ന് വിചാരിച്ച് എനിക്ക് കൃഷ്ണനിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആരടുത്തേക്ക് വന്നത്? കൃഷ്ണന്റെ അടുത്തേക്ക്. മനസ്സിലായോ നിനക്ക്? ഒന്നും പ്രതീക്ഷിക്കാതെ ആരടുത്ത് പോയി? ഇതാണ് ശരിക്കുള്ള ഭക്തി. അങ്ങനെ നിങ്ങൾ പോവാറുണ്ടോ അമ്പലത്തില്? പോവാറുണ്ടോ? എങ്ങനെ പോവാറുണ്ട്? ഒന്നും പ്രതീക്ഷിക്കാതെ. എന്നാൽ ഒരു കാര്യം ചെയ്യണം. ആ മനസ്സിനെ ഭഗവാനിലേക്ക് എങ്ങനെ അർപ്പിക്കും? ഇതെന്താ പറിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ അർപ്പിച്ചിരിക്കുന്നു. മനസ്സങ്ങനെ പറിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെങ്ങനെയാ മനസ്സർപ്പിക്കുക? നാമജപത്തിൽ അർപ്പിച്ചുകൊണ്ട്. സുധാമാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ദ്വാരകയിൽ നിന്ന് ആ കൊട്ടാരം നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വരിയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? 20-ാം ശ്ലോകം 81-ല് അധനോയം ധനം പ്രാപ്യ മാത്യന്നുച്ചൈ നമം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാബലൽ. എന്താണ്? എന്നോടുള്ള കാരുണ്യം കൊണ്ട് ധനം എനിക്കെന്ത് തന്നില്ല? എനിക്ക് ധനമൊന്നും തന്നില്ല. എന്തുകൊണ്ടാ ധനം കൃഷ്ണൻ തരാഞ്ഞത്? ഞാൻ വായിക്ക്, ശ്ലോകം ശ്രദ്ധിക്കൂ. അധനോയം ധനം പ്രാപ്യ, എനിക്കെങ്ങാനും ധനം കിട്ടിക്കഴിഞ്ഞാൽ മാദ്യന്നുച്ചൈ നമസ്മരേത്, എന്റെ നാമജപത്തിൽ ഒരു മുടക്കം വരും, ഭംഗം വരും എന്ന് കരുതി എനിക്ക് ധനമൊന്നും കൃഷ്ണൻ തന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ധനം ഏതായിരുന്നു? ഏത് ധനമാണ്? ആ നാമ സ്മരണത്തേക്കാൾ വലിയൊരു ധനം ആര് കൊണ്ട് നടന്നില്ല? സുധാമാവ്. അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു. നോക്കൂ, ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ ഇത്രയും കഥ കേൾക്കുമ്പോൾ സുധാമാവ് ദരിദ്രനായിരുന്നോ? പറയൂ നിങ്ങൾ, ആണോ? അദ്ദേഹം ദാരിദ്ര്യം എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രല്ല, ദാരിദ്ര്യത്തിന് വേണ്ടി തീർക്കാൻ വേണ്ടി കൃഷ്ണനെ കാണാനും പോയിട്ടില്ല. സുധാമാവ് മനസ്സുകൊണ്ട് സമ്പന്നനായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ സുധാമാവിനെ പൂജിച്ചത്. ഇത് തന്നെയാണ് കൃഷ്ണൻ നിങ്ങളോടും പറയുന്നത്, നമ്മളോടും പറയുന്നത്. മനസ്സുകൊണ്ട് സമ്പന്നരാകുക. എങ്ങനെ സമ്പന്നരാവണം? എങ്ങനെയാ മനസ്സിനെ സമ്പന്നാക്കുക? നാമജപം മനസ്സിൽ കൊണ്ടു നടന്ന് മനസ്സിനെ എന്ത് ചെയ്യണം? ഇപ്പോഴെന്താ അറിയോ നമ്മുടെ അവസ്ഥ എന്താ അറിയോ? ശരീരം കൊണ്ട് സമ്പന്നരും മനസ്സുകൊണ്ട് പറ്റ ദരിദ്രരും. ശരീരത്തിൽ അത്യാവശ്യമൊക്കെ സമ്പത്തില്ലേ? കഴിഞ്ഞുകൂടാനൊക്കെ അത്യാവശ്യമൊക്കെ ഇല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? തീരെ ദാരിദ്ര്യം ഉണ്ടോ? പൂർണ്ണ ദാരിദ്ര്യം ഉണ്ടോ? പറയൂ. ഇല്ല. കാര്യങ്ങളൊക്കെ നടന്നു പോവില്ലേ? ഉണ്ടോ? എന്നാൽ ആ മനസ്സിലേക്ക് നോക്കൂ. മനസ്സ് ദരിദ്രല്ല. സത്യത്തിൽ ഒരു സ്നേഹം കുറവില്ലേ? മനോബലം കുറവില്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു സന്തോഷം കുറവില്ലേ? ഇല്ല. സംതൃപ്തി കുറവില്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഉണ്ടോ ഇല്ലയോ? ഇതൊന്നുമില്ല. ഇതൊക്കെ ഉള്ളവർ എത്ര പേരുണ്ട്? മനസ്സിൽ നല്ല സന്തോഷവും മനസ്സിൽ നല്ല ഒരു ശക്തിയും മനസ്സിൽ നല്ല ഒരു സംതൃപ്തിയും ഉണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എവിടെയാണ് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത്?
സുധാമാവിന് ശരീരത്തിന് ദാരിദ്ര്യം പുറത്തേ ഉള്ളൂ, മനസ്സ് വളരെ സമ്പന്നരാണ്. നമുക്കോ പുറത്ത് സമ്പത്തുണ്ട്, അകത്ത് മുഴുവൻ ദാരിദ്ര്യം. ആരാ നമ്മളെക്കാളും ശ്രേഷ്ഠൻ? പറയൂ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആരായിത്തീരണം? ആരായിത്തീരണം? സുധാമാവായിത്തീരണം. നിങ്ങളെന്താ സുധാമാവാൻ പോണത്? സുധാമാവിനെ പോലെയാണ്. അതായത് മനസ്സുകൊണ്ട് നമ്മൾ സമ്പന്നരാവണം. മനസ്സിലാവുണ്ട് ഞാൻ പറയേണ്ടത്? അതുകൊണ്ടാണ് കൃഷ്ണൻ അത്രയും ആ സുധാമാവിനെ പൂജിച്ചതും ആദരിച്ചതും അത്ര ബഹുമാനിച്ചതും. ഇതൊക്കെ കഴിഞ്ഞ് സുധാമാവ് വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി, ഒരെത്തും പിടിയില്ല. കാരണം പണ്ടത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ, അത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലല്ലോ, എന്തൊക്കെയോ വലിച്ചു കെട്ടി ഷീറ്റ് പോലെ ഒരു ഓലൊക്കെ വെച്ച് മറച്ചൊരു വീട് ഇപ്പൊ അവിടെ കാണാനില്ല. ഇപ്പം ഹൈവേ ഒക്കെ കാണുന്നില്ലേ നിങ്ങള്? അക്വിസിഷൻ ഒക്കെ വന്ന അവിടുത്തെ പലതൊക്കെ പൊളിച്ചു മാറ്റി എക്സ്പാൻഷൻ വരുന്ന പോലെ സുധാമാവിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡൊക്കെ വലിയ വീതി. സുധാമാവിന് മനസ്സിലായി വഴിതെറ്റിപ്പോയി എന്ന്. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലല്ലോ, മുന്നോട്ട് നടക്കുക. അപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി, ബ്രഹ്മൻ ബ്രഹ്മൻ ബ്രഹ്മൻ, ഒരു വിളി. സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുന്ന പേര് എന്താ വിളിക്കുക? ബ്രഹ്മൻ ബ്രഹ്മൻ. ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം. എന്താ നിങ്ങൾ ചിരിച്ചത്? എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കാം, ബ്രഹ്മൻ. ഞാനിത് പറഞ്ഞപ്പോ ഒരു അമ്മ എന്നോട് പറയാണ്, സ്വാമി ഞാൻ അങ്ങനെയല്ല വിളിക്കാറ്, ഞാൻ അദ്ദേഹത്തിനെ പരബ്രഹ്മൻ എന്നാ വിളിക്കാറ്. ഒരു പട്ടി കടന്നിട്ടാ വിളിക്കുന്നത്. അയച്ചു അതെന്താന്ന്? ആ മനുഷ്യന്റെ പരബ്രഹ്മം പോലെ വീട്ടിൽ വെറുതെ ഇരിക്കണമെന്ന്. പിന്നെ ഞാൻ അയാളെ പരബ്രഹ്മം എന്നല്ലേ വിളിക്കൂന്ന്. അപ്പോ സുധാമാവ് ഭാര്യ വിളിക്കുന്നത് ഈ ബ്രഹ്മൻ. ഇത് കേട്ടപ്പോ സുധാമാവിന് മനസ്സിലായി, ഇതെന്റെ ഭാര്യയുടെ ശബ്ദമാണല്ലോ. നോക്കുമ്പോൾ ആകെ മാറിയിരിക്കുന്നു. ഭാര്യ നേരത്തെ ഈർക്കൽ പോലെ ഒരു സാധനം തരുന്നു. ഇപ്പൊ നല്ല ഹോർലിക്സ് മോഡലൊക്കെ ധാരാളം ആഭരണങ്ങളും നല്ല ബനാറസ് സിൽക്കൊക്കെ കൊടുത്ത്, സാരിയൊക്കെ നല്ല സാരിയൊക്കെ കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, അത്ര ഒരു ചന്തത്തോടുകൂടി നിൽക്കുന്നു. രാമാവ് ഇങ്ങനെ അന്തം വിട്ട്, ഈശ്വര ഇന്നലെ എന്ത് പറ്റി? വല്ലൊരു കണ്ണു പറ്റിയോ? എന്താണെന്ന് പറഞ്ഞു. ഞാനും ഇതൊന്നും അറിയില്ല, ഇന്നലെ കിടന്നുറങ്ങിയതേ ഓർമ്മയുള്ളൂ. അവരെ ഉറക്കത്തിൽ മാറ്റിയതാ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. രാവിലെ എണീറ്റ് നോക്കുമ്പോ വീട്ടിന്റെ അകത്ത് നല്ല ചന്ദനക്കട്ടിലാണ് ഉണരുന്നത്. എനിക്ക് ഒരു പിടിയില്ല എന്താ സംഭവിച്ചതെന്ന്. രാവിലെ നോക്കുമ്പോണ്ട് നല്ല കട്ടിലും നല്ല കിടക്കയും. അപ്പൊ ഒരുത്തി വന്ന് ചോദിക്കുകയാണ്, കുളിക്കാൻ ചുടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ? വേറൊരാൾ വന്ന് ചോദിക്കണോ, കാപ്പി വേണോ ചായ വേണോ? പിന്നൊന്ന് പുട്ടുണ്ടാക്കണോ, ഇഡ്ഡലി ഉണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ? സർവ പലഹാരവും വീട്ടില് ധാരാളം, എല്ലാം സമ്പൽ സമൃദ്ധി, ഒന്നിനൊരു കുറവില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും പെരുമ്പാവൂരുകാരനാണ് സുധാമാവ് എന്നുണ്ടെങ്കിൽ ഭാര്യയെ കെട്ടിപ്പിടിച്ചു രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ? ഉണ്ടോ ഇല്ലയോ? സന്തോഷം കൊണ്ട് തോന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ ആ സുധാമാവ് എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് പറയാണ്, എൻ്റെ ഭഗവാനെ, ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ദരിദ്രനായി തന്നെ ജനിച്ചോട്ടെ, മനസ്സ് മാത്രം സമ്പന്നമാക്കിയാൽ മതി. ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക്? തസ്സൈവമേ സൗഹൃദസഖ്യമൈത്രേ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തിൽ പുരുഷപ്രസംഗ. ആ വാക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ. തസ്സൈവമേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യൽ മഹാനുഭാവേന ഗുണാലയേന. മഹാന്മാരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന്
മഹാന്മാരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ പുരുഷ പ്രസംഗ പുരുഷനിൽ പ്രസംഗമുണ്ടാവട്ടെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണബോധം എന്നാണ്. പൂർണ്ണതയെ പുരുഷൻ എന്ന് പറയും. നിങ്ങൾ പുരുഷ സൂക്തം എന്നൊരു സൂക്തം കേട്ടിട്ടുണ്ടോ? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുരുഷ സൂക്തം. അവിടെ സഹസ്രശീർഷ പുരുഷ, ആയിരക്കണക്കിന് ശീർഷ തലയുള്ള, ആയിരക്കണക്കിന് കണ്ണും ഒക്കെയുള്ള അനന്തൻ എന്നർത്ഥത്തിൽ. പുരുഷൻ എന്ന് പറഞ്ഞാൽ അനന്തം, പൂർണ്ണം, പൂർണ്ണബോധം. എനിക്കതിലേക്ക് എത്താൻ, അതിനെനിക്ക് എൻ്റെ മനസ്സ് നാമജപത്താൽ സമ്പന്നമാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു സുധാമാചരിതം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ട കഥയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. ഈ ഭാഗവതത്തിലെ സുധാമാചരിതം വായിക്കുമ്പോഴാണ് മനസ്സിലാവുക, സുധാമാവ് ദരിദ്രനായിരുന്നില്ല. വാസ്തവത്തിൽ സുധാമാവല്ല ദരിദ്രൻ, നമ്മളാ ദരിദ്രൻ നടക്കും. കാരണം സുധാമാവ് മനസ്സുകൊണ്ട് അത്ര സമ്പന്നനായതുകൊണ്ടാണ് കൃഷ്ണൻ പോലും പൂജിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. കൃഷ്ണൻ നമസ്കരിച്ച ആള് സുധാമാവാണ്. മനസ്സിലായില്ലേ? അത്ര ഒരു ബഹുമാനവും ആദരവും കൃഷ്ണന്. ആരോട്? ഇതാണ് നമ്മളൊക്കെ നേടിയെടുക്കേണ്ട ഭക്തി എന്ന് കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാണ് വ്യാസഭഗവാൻ ഈ കഥ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ പുറത്തുള്ളൊരു ദാരിദ്ര്യം തീർക്കുന്ന കഥയല്ല സുധാമ ചരിതം. അതിനുശേഷം നമ്മൾ കാണുന്നത് അടുത്ത 2-3 അധ്യായങ്ങളിൽ ശ്രദ്ധിക്കണം. ഇതിനെ പറയും സമന്തപഞ്ചകോ വാക്യാണ്. അതായത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. പഴയ കാലത്തും ഇപ്പോഴും ഉത്തരേന്ത്യക്കാർക്ക് അതൊരു ദൈവീക ചടങ്ങാണ്. പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു. അതായത് സൂര്യഗ്രഹണമൊക്കെ വന്നാലോ ചന്ദ്രഗ്രഹണം വന്നാൽ ഒന്നും കഴിക്കില്ല, ഒക്കെ അടച്ചു വെക്കും, ഇല്ലേ? കഴുകി എന്നിട്ട് കുളിച്ചു വന്നിട്ടാണ് പിന്നെ ചിലരൊക്കെ പുണ്യാഹ തളിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് വീണ്ടും ആരംഭിക്കുക, ഇല്ലേ? പഴയകാലം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? വീട്ടില് ശുദ്ധീകരിച്ചിട്ടൊക്കെയല്ലേ തുടങ്ങാം. കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ഇപ്പോഴും നോർത്തിലൊക്കെ ഈ സൂര്യഗ്രഹണമൊക്കെ വന്നാൽ ആളുകൾ ഗംഗയിൽ കുളിക്കാൻ പോകും. ഇന്നും ഉണ്ടാ ചടങ്ങ് ഇപ്പോഴും ഈ കാലഘട്ടം. പക്ഷെ കേരളത്തിൽ അത് കംപ്ലീറ്റ് പോയി. ഇന്നിപ്പോ സൂര്യഗ്രഹണ സമയത്ത് പൊറോട്ട കഴിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. കേരളീയരൊക്കെ തലതിരിഞ്ഞു പോയി. കാരണം കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരം നമ്മളെ പലപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ നിന്നും വഴിതെറ്റിച്ചു. അത് കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരം എന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങളെ അത് ബാധിച്ചില്ല. കാരണം അവരുടെ അനുഷ്ഠാനം കൊണ്ടു നടന്നു. ക്രിസ്ത്യൻസിനെയും അത് ബാധിച്ചില്ല. മനസ്സിലായില്ലേ? ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. ഞങ്ങളുടെ അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പൊ ക്രിസ്ത്യൻ ഏരിയയാണ്. അവരൊക്കെ സൺഡേ രാവിലെ അവരെയൊക്കെ വിളിച്ചാൽ പറയും ഞങ്ങൾക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാം. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു വിട്ടുവീഴ്ച അവര് ചെയ്യില്ല. എന്നാൽ ഹിന്ദു ആണെങ്കിൽ എപ്പോൾ വേണേലും തയ്യാറാണ്. കാരണം ഹിന്ദുവിന് അങ്ങനെ ഒരു അനുഷ്ഠാനവും ആചരണവും ഇല്ല. ആണോ അല്ലയോ? പറയൂ. ഏതായാലും ഇവിടെ സമ്പൂർണ്ണ സൂര്യഗ്രഹണമുള്ള സമയത്ത് കൃഷ്ണൻ തീരുമാനിച്ചു നമുക്ക് എല്ലാവർക്കും സമന്ത പഞ്ചക തീർത്ഥത്തിൽ എത്തിയേരാൻ. ഹരിയാനയിലുള്ള ബ്രഹ്മകുണ്ടിനെയാണ്, ബ്രഹ്മസരോവരത്തെയാണ് സമന്ത പഞ്ചക തീർത്ഥം എന്ന് പറയും. എല്ലാവരും അതറിഞ്ഞു. കൃഷ്ണനും കൂട്ടരും എവിടെ വരുന്നുണ്ട്? സമന്ത പഞ്ചക തീർത്ഥത്തിൽ. അന്ന് അവിടെ ഒത്തുചേരാൻ ഭാരതത്തിൽ നിന്നും ഒരുപാട് ആളുകൾ അവിടെ എത്തി. പല പല രാജവംശക്കാരും അവിടെ എത്തി. എവിടെ? ഒരു വലിയ ഒരു കുംഭമേള അന്ന് അവിടെ നടക്കുകയാണ്. ഈ സമന്ത പഞ്ചകത്തിൽ നടന്ന സൂര്യഗ്രഹണ ആഘോഷം അത് ആദ്യത്തെ ഒരു കുംഭമേളയായിരുന്നു. ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? ഇപ്പോഴത്തെ കുംഭമേളയിൽ 60 കോടി ജനങ്ങൾ പങ്കെടുത്തു എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ അന്നത്തെ കുംഭമേളയിൽ ആരൊക്കെയാ പങ്കെടുത്തത്? നമുക്ക് നോക്കാം.
ആരൊക്കെയാണെന്ന് അവിടെ വന്നതെന്ന്. 82-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം. ഇതൊന്ന് വായിച്ചു നോക്കുന്നത് രസമാണ്. 82-ൽ 13. മത്സ്യ കണ്ടോ? മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ എന്നുള്ള അർത്ഥത്തിലല്ല. അന്നത്തെ ഒരു രാജവംശത്തിന്റെ പേരാണ് മത്സ്യവംശം. രാജവംശത്തിന്റെ പേരാണ്. ഇവിടെ പറയുന്നൊക്കെ രാജവംശങ്ങളുടെ പേരാണ്. മത്സ്യവംശം. പിന്നെ ആരാണ്? മത്സ്യ ഉഷീനര. ആരാണ്? കൂടെ വായിക്കുന്നില്ല, കൂടെ കണ്ടില്ലേ നേടാൻ? 82-ൽ 13 കണ്ടു. ഉഷീനരം, ഒരു രാജവംശം. പിന്നെ എന്താണ്? കൗസല്യ. ഏതാണ്? കൗസല്യയുടെ. പിന്നെ വിദർഭ, കുരു സൃഞ്ജയ, കുരുവംശം, സൃഞ്ജയൻ. അത് കഴിഞ്ഞിട്ട് കാംബോജന്മാര്. ആരാണ്? കാംബോജ വംശം. അത് കഴിഞ്ഞിട്ട് കൈകയാൻ. ഏതാണ്? കൈയുടെ വംശം. മദ്രാൻ, മദ്രന്മാരുടെ വംശം. മദ്രാൻ വംശത്തിൽ നിന്നാണ് കൃഷ്ണൻ ലക്ഷ്മണനെ സ്വീകരിക്കുന്നത്. കുന്തിയിൽ, കുന്തിയുടെ വംശം. ആനത്തകാൻ, കേരളാൻ. ഞാനിത് വായിച്ചപ്പോ എനിക്ക് അത്ഭുതമായി. കേരളം എന്നൊരു പേര് കൃഷ്ണന്റെ കാലഘട്ടം മുതൽക്കുണ്ടായിരുന്നു. കണ്ടു നിങ്ങൾ? കേരളം എന്നുള്ള വാക്ക് എത്ര കാലം, 5000 വർഷം പഴക്കമുള്ളൊരു വാക്കാണ്. ഏത്? അത് കാണിച്ചു തരാനാണ് ഞാൻ ഈ ശ്ലോകം വായിച്ചത്. അത് ആദ്യമേ പറഞ്ഞാൽ ഒരു രസം പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു സസ്പെൻസ് ഇരിക്കട്ടെ എന്ന് വെച്ചു. നോക്കൂ നിങ്ങൾ, കേരളാൻ. അപ്പൊ ഈ കേരളം എന്നുള്ള വാക്കിന്റെ പഴക്കത്തിലുണ്ട്. ഇത് ഈ രാഷ്ട്രീയക്കാരൻ വല്ലതും തന്നതാണോ? എത്ര വർഷം പഴക്കം? 10,000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം കേരളം എന്ന പേരിൽ ഉണ്ടായിരുന്നു. അപ്പം ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് നമ്മൾ പലതും കൊണ്ടു നടക്കുന്നത്. പണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നു ഇല്ലേ? എത്ര കാലം ആചരിച്ച് വന്നതായിരിക്കും. മനസ്സിലായില്ലേ? അതിനൊന്നും ഒരു കണക്കില്ല. അപ്പൊ നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു വെച്ചാൽ, അവര് ഇടമുറിയാതെ അല്ലെങ്കിൽ ഒരിക്കലും കൈവിട്ടു പോവാതെ പല സംസ്കാരങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ നമ്മളായിട്ടത് തകർത്തു. എന്ത്? ഈ സംസ്കാരമൊന്നും ആർക്ക് പകർന്നു കൊടുത്തില്ല? മിണ്ടണില്ല. നോക്കൂ നിങ്ങള്, നമ്മുടെ ഈ സംസ്കാരമൊന്നും ആർക്ക് കൊടുത്തില്ല? പറയൂ നിങ്ങള്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തില്ല. കൊടുത്തുവോ? പൂർവികരങ്ങനെ കൊണ്ടുവന്നൊരു സംസ്കാരമായിരുന്നു. അതുകൊണ്ട് ഭാരതീയരായ നമുക്ക് 2 ഉത്തരവാദിത്തമുണ്ട്. ആചരിക്കുക. ബാക്കി നിങ്ങൾ പറയണം. പറയാനും അറിയില്ലേ? ആചരിക്കുക, ആചരിക്കുകയും വേണം, ആചരിപ്പിക്കുക. ആചരിപ്പിക്കുക. ഇത് നമുക്ക് കൈവിട്ടുപോയി. ഇത് മാറ്റിയെടുക്കണ്ടേ? വേണോ വേണ്ടയോ? വേണോ? അതാണ്. നോക്കൂ നിങ്ങൾ, ഇതര മതക്കാരത് ആചരിച്ച് കൊണ്ടു നടന്നതുകൊണ്ട് അവരുടെ ആ സംസ്കാരം ഇന്നും അവരുടെ ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളുണ്ടല്ലോ, അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം അവരുടെ പള്ളി സംസ്കാരം കൈവിട്ടു. ഇന്നിപ്പോ അവരുടെ കുട്ടികളെ പള്ളിയിലില്ല. നോക്കൂ നിങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലൊന്നും പള്ളികളിലൊന്നും ആരുമില്ല. ഒരു മനുഷ്യരില്ല. ഞാൻ ഒരിക്കൽ ക്രിസ്തുമസിന്റെ വെക്കേഷൻ സമയത്ത് UK ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യും പലതും, ഓരോ സിറ്റികളിൽ നിന്ന് വേറെ സിറ്റികൾ. അപ്പൊ അന്ന് ക്രിസ്തുമസ് ആണ്. എന്താ എല്ലാ സ്റ്റാറും ഒക്കെ തൂക്കിയിടും. പക്ഷെ പള്ളിയിൽ ഒരു മനുഷ്യനും ഇല്ല. അവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ സ്റ്റാറൊന്നും തൂക്കുന്നതിൽ ഒരു കുറവുണ്ടാവില്ല. അവരാഘോഷം മുഴുവൻ പുറത്താണ്. അതിന് പള്ളിയുമായി എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ആ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ. അതെന്തുകൊണ്ട്? മുമ്പുള്ളവരൊന്നും അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് അത് കിട്ടിയില്ല. ഇപ്പോ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ കുട്ടികളൊന്നും ഇതിലേക്ക്
ഉറക്കെ പറയൂ. വരുന്നില്ല. അതെന്താ വരാതിരിക്കുന്നതിന് കാരണം? നമുക്ക് ആ ലക്ഷ്യബോധം ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്തിന് ക്ഷേത്രത്തിൽ പോണം, എന്താണ് ഞാൻ ശരിക്കും നേടേണ്ടതെന്ന ഒരു വ്യക്തത ആർക്കുണ്ടായില്ല? ഉറക്കെ പറയൂ. നമുക്കുണ്ടായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നമുക്കുമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കുമില്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഇപ്രകാരം ഇവരൊക്കെ വന്നു. അപ്പൊ ഇവരെയൊക്കെ കണ്ട് കൃഷ്ണൻ വളരെയധികം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കുശലങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ സത്സംഗങ്ങളൊക്കെ നടക്കുക. കൃഷ്ണനെ കാണാൻ വൃന്ദാവനത്തിൽ നിന്നും ഗോപികമാര് വന്നിട്ടുണ്ട്. 14 വർഷം കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ, ബാല്യത്തിൽ. അങ്ങനെ കൃഷ്ണൻ 14 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയതും, ഗുരുകുലത്തിൽ പോയതും, പിന്നെ ഗുരുകുലത്തിൽ നിന്ന് മധുരയിലേക്ക് വന്നതും, മധുരയിൽ നിന്ന് ദ്വാരകയിലേക്കൊക്കെ പോയത്. കൃഷ്ണൻ പിന്നെ വൃന്ദാവനത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ വൃന്ദാവനത്തിൽ നിന്നും ഗോപികമാരെല്ലാം കൃഷ്ണനെ കാണാൻ സമന്തപഞ്ചകതത്വത്തിലെത്തി. കൃഷ്ണൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഗോപികമാരെ ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു വരാം എന്നൊക്കെ, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. അപ്പോഴേക്കും കാലം കുറെ പോയിട്ടോ. ഇതൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിമാരായി തീർന്നു. ആര്? ഗോപികമാരൊക്കെ നല്ല പ്രായമുള്ളവരായി മാറി. കാലം മുന്നോട്ട് പോവല്ലേ. അതൊക്കെ കഴിഞ്ഞ് അവര് പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കൃഷ്ണ അങ്ങേ. അതിലൊന്നൊരു പരിഭവമില്ലേ അവർക്ക്. അപ്പൊ കൃഷ്ണൻ അവര് തിരിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് പോവാൻ നേരത്ത് അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, വരം ചോദിക്കുന്നത്. ഒരു കാലത്ത് തോളിൽ കൈവച്ച് ആടി ചാഞ്ചാടി ചെരിഞ്ഞാടി കളിച്ചുകൊണ്ട് നടന്ന ഗോപികമാരെ അവരോട് കൃഷ്ണൻ വരം ചോദിക്കാൻ പറയുകയാണ്. കൃഷ്ണനും ഗോപികമാരൊക്കെ ഒരു കുടുംബമായി നടന്നൊരു കാലമുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ, ഇല്ലേ? ഉണ്ടായിരുന്നോ? ഇന്ന് ആ ഗോപികമാരോട് കൃഷ്ണൻ എന്തെങ്കിലും ഒരു വരം ചോദിക്കാൻ പറയാണ്. എന്ത് വരായിരിക്കും അവർ ചോദിക്കുക? നിങ്ങൾ ഗസ് ചെയ്യാതെ. എന്ത് വരായിരിക്കും അവർ ചോദിക്കുക? നിങ്ങളാണെങ്കിൽ എന്താ ചോദിക്കുക? മുട്ടുവേദന മാറ്റി തരണമെന്നോ? എന്ത് വരമായിരിക്കും ചോദിക്കുക? കൃഷ്ണ, കഷ്ടപ്പാടൊന്നും ഇല്ലാതെ എങ്ങനെങ്കിലും ഞങ്ങളെ നോക്കണം എന്നൊക്കെ പറയോ? കേട്ടില്ല. അതെനിക്കലമായ ഭക്തി ഇവിടെ പറഞ്ഞു. അത് ഉള്ള ഭക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കണമെന്നൊക്കെ. സത്യത്തിൽ അങ്ങനെയൊക്കെ വരുമോ? ഇപ്പൊ നിങ്ങളൊരു 7 ദിവസം കേട്ടത് കൊണ്ടുള്ളൊരു മാറ്റല്ലേ. ഞാൻ 1ാമത്തെ ദിവസം ചോദിച്ചതെങ്കിൽ ഈ ഉത്തരം വരുമോ? അപ്പൊ എന്താ പറയാ? കൃഷ്ണ, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് എങ്ങനെങ്കിലും കുറെ ചൊറി പറയും, കുറെ പരാതി പറയും. ആണോ അല്ലേ? പൊതുവെ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, കൃഷ്ണ ഞങ്ങളെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ എങ്ങനെങ്കിലും രക്ഷിക്കണം, സഹായിക്കണം, അങ്ങനെയൊക്കെയല്ലേ പറയാ. പൊതുവെ അങ്ങനെയല്ലേ ആൾക്കാർ പറയാ. ജനറലി അങ്ങനെയല്ലേ പറയാ. ആണോ അല്ലേ? ഞാനിപ്പം നിങ്ങൾക്കുണ്ടായ അതെ, പൊതുവെ ആളുകൾ അങ്ങനെയല്ലേ പറയാ, അല്ലേ? ആണോ? ഗോപികമാര് പറഞ്ഞ വരികളുണ്ടല്ലോ, അത് ബൈഹാർട്ട് പഠിക്കണം. അതായിരിക്കണം നമ്മളൊക്കെ ചോദിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലൊക്കെ പോയാൽ ആ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അവർ കൃഷ്ണനോട് പറയുന്നത് 82-ാമത്തേതില് അവസാനത്തെ ശ്ലോകം മറക്കരുത്. ഗോപികമാര് കൃഷ്ണനോട് ചോദിക്കുന്ന 49-ാം ശ്ലോകം. ഇത് നമുക്ക് ആവശ്യമാണ്. ആ ഗോപികമാര് കൃഷ്ണനോട് പറയാണ്, ഞങ്ങൾക്കൊരു വരമേ വേണ്ട കൃഷ്ണ. എന്താണ്? ആകുശ്ചതേ നളിനനാപപതാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഖാദബോധൈ. കാണുന്നുണ്ടോ? 82-ാമത്തേതിൽ 49-ാം ശ്ലോകം. ആകുശ്ചതേ നളിനനാപപതാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ചുഷാമപി
മനസ്സി ഉദിയാത് സദാ. എന്താ പറയുന്നത്? ഒത്തിരി ശ്രദ്ധിക്കുന്ന മനസ്സിലാവും. യോഗേശ്വരന്മാരായ ആളുകൾക്ക് ഹൃദി വിചിന്യമകാതബോധം. യോഗേശ്വരന്മാരെന്ന് പറഞ്ഞാല് കുടുംബം ഉത്തരവാദിത്തമില്ല, അവരെങ്ങനെ സന്യസിച്ച് നടക്കുന്ന ആളുകൾ. അങ്ങനെയുള്ളവർക്ക് പ്രാരബ്ധങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഹൃദി വിചിന്യ അഗാധബോധ, എപ്പോഴും ആഴത്തിൽ കൂടുതൽ സമയം നാമജപത്തിലും ധ്യാനത്തിലും മുഴുകാൻ അവർക്ക് സാധിക്കും. കാരണം അവർക്ക് അങ്ങനെ കുടുംബത്തിന്റെ യാതൊരു പ്രാരബ്ധവുമില്ല. അതുകൊണ്ട് അവർക്ക് ധ്യാനത്തിലൂടെയും മറ്റും കൂടുതൽ നേരം നാമജപത്തിലും ഭഗവത് വിചാരത്തിലൊക്കെ മുഴുകാൻ സാധിക്കും. എന്നാൽ ഞങ്ങളാണെങ്കിലോ സംസാരകൂപപതിതം, ജീവിതത്തിന്റെ പല പ്രാരബ്ധങ്ങളും പലതിൻ്റെയും ഉള്ളിൽപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ ഇരിക്കുന്നത്? സംസാരകൂപപതിതം. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഏക അവലംബനം. ആരും മാത്രമേ ഒരു ആശ്രയുള്ളൂ, ആ ഭഗവാന്റെ നാമം മാത്രമേ. അതിൽ ഞങ്ങൾക്ക് എന്ത് വേണം? സദാ മനസ്സി ഉദിയാത്, എപ്പോഴും അത് ഞങ്ങളുടെ മനസ്സിൽ ഉദിക്കണം. ഏതുദിക്കണം? ഭഗവാന്റെ നാമം മാത്രമേ ഒരു ആശ്രയമുള്ളൂ, ആലംബനമുള്ളൂ. അതെപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. കുടുംബകാര്യമോ ദേഹകാര്യമോ ഒന്നും അവര് കൃഷ്ണനോട് പറയൂ നിങ്ങൾ. ഇതൊക്കെ ആര് നമുക്ക് പറഞ്ഞു തരുന്നു? ഇതാണ് ഭക്തി. മനസ്സിലായില്ലേ? ആ യോഗീശ്വരന്മാരെ പോലെ ഞങ്ങൾക്കും പതുക്കെ പതുക്കെ ഹൃദയത്തിൽ അഗാധ ബോധത്തിലേക്ക് ഇറങ്ങി ആ ഭഗവാനോടുകൂടി ചേരാൻ ഞങ്ങൾക്കും സാധിക്കണം. അതിന് മാത്രം ഞങ്ങൾ അനുഗ്രഹിച്ചാൽ മതി. എന്തൊരു ഗംഭീരമാണ് ഈ ശ്ലോകം. നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നുകൂടി ചൊല്ലാം. ഈ ശ്ലോകം മനഃപ്പാഠം പഠിക്കണം. അതൊരു ഗംഭീരമാണത്, ജീവിതത്തിൽ ആവശ്യമാണ് നമുക്കത്, അല്ലേ? എല്ലാവരും വായിക്കണേ. ഞാൻ ചൊല്ലുമ്പോൾ കിട്ടിയോ എല്ലാവർക്കും? 82-ാം അധ്യായത്തിൽ 49. എല്ലാവരും ഇതൊക്കെ ചൊല്ലിപ്പഠിക്കണം. ചൊല്ലു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ചൊല്ലു. ആഹുശ്ചതേ നളിനനാപവതാരവിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിദുത്തരണാവലംബം ഗേഹം സുഷാമപി മനസ്സി ഉദിയാത് സദന്ന. സദാ മനസ്സി ഉദിയാത്. ഞങ്ങളുടെ എന്താ ഓർക്കേണ്ടത്? നളിനനാപതാരവിന്ദം. നാമജപം നടത്തണം. ഭഗവാന്റെ നാമജപം എന്നും സദാ മനസ്സി ഉദിയാത്. മനസ്സിലാവുണ്ടോ? ഇതിൽ പരം ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് വേണ്ട. വേറൊന്നും പറഞ്ഞില്ല. ഇതാണ് ശരിക്കുള്ള ഭക്തി. ഇതാണ് യഥാർത്ഥ ഭക്തി. അപ്പൊ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്തല്ല? പറയൂ. നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്തല്ല? പറയൂ. ഭക്തിയല്ല. നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വാർത്ഥതയാണ്. ഇത് സ്വാർത്ഥതയല്ല, ഇതാണ് ഭക്തി. കൂടുതൽ ആളുകളും അമ്പലത്തിൽ പോകുന്നത് ഭക്തിയിലല്ല, അവർ പോകുന്നത് സ്വാർത്ഥതയാണ്. സ്വാർത്ഥത ഒരിക്കലും മനോബലം തരില്ല. സ്വാർത്ഥത മനസ്സിനെ ക്രമേണ
ദുർബലമാക്കും. അതുകൊണ്ടാണ് ഭക്തന്മാരെന്ന് പറയുന്നവരൊക്കെ മെന്റലി ദുർബലരായി ജീവിക്കുന്നത്. കാരണം അത് ഭക്തിയായിരുന്നില്ല, അത് അവരവരുടെ സ്വാർത്ഥത നേടാൻ വേണ്ടി പോവാണ്. സ്വാർത്ഥത കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ മാനസികമായി പറയൂ തളരുന്നു. അത് ഭക്തിയാണോ സ്വാർത്ഥതയാണോ? പറയൂ. സ്വാർത്ഥതയാണ്. എന്നാൽ ഗോപികമാര് പറയുന്നത് ഭക്തിയാണ്. ഞങ്ങൾക്ക് ആ നാമജപത്തിൽ എപ്പോഴും ഒരു സ്മരണം ഉണ്ടാവട്ടെ. കാരണം മനസ്സതിൽ നിന്ന് വ്യതിചലിക്കും. കാരണം എന്താണ്? സംസാര കൂപതിതം കേഹം ചുഷാ. ഗൃഹത്തിന്റെ ശൃംഖലകളിൽപ്പെട്ട് സംസാര കൂപത്തിൽപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മനസ്സ് വ്യതിചലിക്കും. പക്ഷെ അതിലൊന്നും വ്യതിചലിക്കാതെ മനസ്സിനെ നാമജപത്തിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് യോഗീശ്വരന്മാരെ പോലെ വിചിന്യമകാതബോധൈ, അത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണനെ കാണാനായി നിരവധി മഹാന്മാര് അവിടെ വന്നിരുന്നു. ആ ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. അനവധി മഹാന്മാര്, 84-ാമത്തെ. ഇതും ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഭഗവാനെ കാണാൻ വേണ്ടി വ്യാസഭഗവാൻ, നാരദ മഹർഷി തുടങ്ങിയ ഒരു കൂട്ടം ആചാര്യന്മാര്, ദ്വൈപായനോ നാരദച്ചവനോ ദേവതോ അസിത വിശ്വാമിത്ര ചതാനൻ, ഒരുപാട് ആചാര്യന്മാര് എവിടെ വന്നിട്ടുണ്ട്? ഈ സമന്ത പഞ്ചക തീർത്ഥത്തിലെ കാര്യമാണ് പറയുന്നത്. അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ അവരെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളെപ്പോലുള്ള മഹാന്മാരെ കാണാൻ സാധിക്കുക. കാരണം ഇതൊരു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കൃഷ്ണൻ തന്നെ പറയുന്നു, ശ്രദ്ധിക്കണേ, കൃഷ്ണൻ തന്നെ പറയാണ്, അഹോവയം ജന്മവൃതോ ലബ്ധം കാസ്നേന തത്ഫലം ദേവാനാമഭിദുഷ്പ്രാപ്യം യോഗീശ്വര ദർശനം. അതായത് സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സുഹൃതം, പുണ്യമാണ്, ഭാഗ്യമാണ്. അതെന്താണ് കാരണം? സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തി എന്താണെന്ന് പറയൂ മനസ്സിലാക്കുക. ഭഗവാൻ പറയുന്നു, നമ്മളൊക്കെ ഇത് മനസ്സിലാക്കി തെറ്റ് ചെയ്യുന്ന, നമ്മുടെ ഒരു ഭക്തിയിൽ ഒരു തെറ്റുണ്ട്. എന്താണ് ആ തെറ്റ്? ഈ 2 ശ്ലോകങ്ങൾ 12ഉം 13ഉം 84 ഒന്ന് ശ്രദ്ധിക്കേണ്ട ശ്ലോകങ്ങളാണ്. 82 അവിടെ പറയുന്നു, നാഗ്നിർന്ന സൂര്യേന ച ചന്ദ്രതാരകം ന പൂജനം കം ശസനോദവാഗ്മന വിഭാസിതോ ഉപാസിതോ വേദകൃതോ ഹരന്ത്യകം. കാണുന്നുണ്ടോ ഈ ശ്ലോകത്തിൽ? ഉപാസിതോ വേദകൃതോ ഹരന്ത്യകം വിഭക്ഷിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. എന്താ മനസ്സിലാവുമല്ലതും? മനസ്സിലാവില്ല. ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടി വായിക്കൂ നിങ്ങൾ. നാഗ്നിർന്ന സൂര്യോരജതന്ത്രതാരകം നഭൂജലം കം ശസനോദവാങ്മന ഉപാസിതോ വേദകൃതോ ഹരന്ത്യകം വിഭക്ഷിതോ ഘ്നന്തി മൂർത്ത സേവയാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അതായത് വേദകൃതോ ഉപാസിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദബുദ്ധിയോടെ ഉപാസിക്കുന്നത്. വേദബുദ്ധി പറഞ്ഞാൽ എന്താണ്? വേദം, വേദബുദ്ധി, വേറെ എന്ന ബുദ്ധി. അതായത് ദൈവം ഈശ്വരനെ നമ്മള് വേറെയായി കണ്ട് ആരാധിക്കുന്ന ഭക്തിയുടെ പേരാണ് പറയൂ വേദബുദ്ധി. അപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിഗ്രഹം കാണും. പക്ഷെ ആ വിഗ്രഹം കാണുമ്പോൾ അത് പുറത്താണ് വിഗ്രഹം. നമ്മുടെ ഉള്ളിൽ എന്താ വരേണ്ടത്? അത് പഠിക്കണം നിങ്ങൾ. നമ്മുടെ ഉള്ളിൽ അനന്യ ബുദ്ധി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഭഗവാന്റെ ആ 3 ഭാവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്താണത്? ഒന്ന് ഭഗവാന്റെ സത്ത് രൂപമാണ്. സത്ത്
ചിത് ആനന്ദ്, സത്ത് രൂപം. അത് പൂർണ്ണബോധമാണ്. ആ സത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് സത്യമായ നാമം. അതിന്റെ പേരാണ് വാങ്മയീമൂർത്തി. മന്ത്രത്തെ വിളിക്കുന്ന പേരാണ് വാങ്മയീമൂർത്തി. മന്ത്രമൂർത്തി പറയും. അതിന്റെ മറ്റൊരു പേരാണ് മന്ത്രമൂർത്തി. എന്താണ്? മന്ത്രമൂർത്തി. അതാണ് ഭഗവാന്റെ. ഇനി മൂന്നാമത്തതാണ് ഭഗവാന്റെ കാണുന്ന, പ്രത്യക്ഷമായി നമ്മൾ മുന്നിൽ കാണുന്ന മൂർത്തി. അതിനെ പറയാ ബിംബമൂർത്തി. അതായത് ഭഗവാന്റെ ഒരു ആരാധിക്കാനുള്ളൊരു രൂപമാണ്. ആരാധിക്കാനുള്ളൊരു രൂപം. ആരാധിക്കാനുള്ള രൂപത്തെ ബിംബം എന്ന് പറയും. അത് ഒരു രൂപമാണ്. എന്നാൽ നമ്മളൊരു വിഗ്രഹം കാണുമ്പോൾ ഏത് ഭാവം കൊണ്ട് നടക്കണം? മന്ത്രമൂർത്തിയെ കൊണ്ട് നടക്കണം. അതായത് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ മനസ്സിൽ ക്ഷേത്രത്തിനകത്തേക്കൊക്കെ കയറുമ്പോൾ മനസ്സിൽ എന്ത് വരണം? നാമജപം വരണം. ആ നാമത്തിലൂടെ ഉറപ്പിക്കണം ഭഗവാൻ ശരിയായി ഏത് രൂപത്തിലിരിക്കുന്നു. ഭഗവാന്റെ ശരിയായ രൂപം ഏതാണ്? പൂർണ്ണബോധമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാമം ജപിക്കുമ്പോൾ അതിന്റെ പേരാണ് അനന്യഭക്തി. എന്ത് ഭക്തി? അനന്യഭക്തി. ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുമ്പോൾ. അപ്പൊ നിങ്ങളൊരു രൂപത്തെ കാണുന്നു, പക്ഷെ നിങ്ങൾ ഭാവത്തോടെ, ബോധത്തോടെ ജപിക്കുന്നു. ജപിക്കുന്നത് ഭാവവും ആ ഉള്ളിലുറപ്പിക്കുന്നത് ബോധവും. ബോധവും ഭാവവും വരുമ്പോൾ അത് അനന്യഭക്തി. അത് നേരെ മറിച്ച് വെറും കണ്ട് പ്രാർത്ഥിച്ചു പോയാൽ അതിന്റെ പേര് ഭേദബുദ്ധി. എന്ത് ബുദ്ധി? ആ ഭേദബുദ്ധിയിൽ പോയാൽ അതുകൊണ്ട് ആരാധന കൊണ്ട് യാതൊരു കാര്യവുമില്ല. വേദകൃതോ ഉപാസിതോ വേദകൃതോ അഗ്നിർണ സൂര്യോ ചന്ദ്രതാരകം. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾ വേദബുദ്ധിയോടുകൂടി ആരാധിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ അതേ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ. എങ്ങനെ ആരാധിക്കണം? ഈ ഭാവവും ബോധവും കൊണ്ടുവരും. അതിനെന്ത് വേണം? അതിനാണ് നിങ്ങൾ സത്സംഗത്തിൽ വന്ന് ഇത് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. അടുത്ത ശ്ലോകം അതിഗംഭീരമാണ്. യസ്യാത്മബുദ്ധി ഗുണവേത്രിതാതുകേ സ്വദിക്കളത്രാദിഷു ഭൗമയിജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന ഗർഹിതിൽ ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. എന്താ പറയുന്നത്? സ ഏവ ഗോകര. ഗോകരം എന്ന് പറഞ്ഞാൽ കഴുത. ഗോകരം എന്ന് പറഞ്ഞാൽ അർത്ഥം കേട്ടില്ലേ നിങ്ങൾ? ഗോകരം എന്ന് പറഞ്ഞാൽ അർത്ഥം കഴുത. ആരാണ് കഴുത? കഴുത ആരാണ് കഴുത? അല്ലല്ലല്ല. കൃഷ്ണൻ ഇവിടെ ആരെയെ കഴുത എന്ന് പറഞ്ഞാൽ അറിയോ? ആരെയെ കൃഷ്ണൻ കഴുത എന്ന് പറഞ്ഞെന്നറിയോ? ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ അറിയാം ആരാ കഴുത എന്ന്. എന്താ പറയുന്നത്? യസ്യാത്മബുദ്ധി ഗുണവേ. തൻ്റെ ബുദ്ധി, തൻ്റെ മനസ്സ്, അല്ലെങ്കിൽ തൻ്റെ ഭാവം, തൻ്റെ ചിന്തകളൊക്കെ. ഗുണമെന്ന് പറഞ്ഞ ശരീരം. എവിടെ? താൻ ഈ ശരീരമാണെന്ന ബോധത്തിലും കളത്രാദി ഭൗമ ഈച്ഛതി. ആർക്കൊക്കെ വേണ്ടി? സ്വതീ കളത്ര. സ്വതീ കളത്രാദി എന്നൊക്കെ പറഞ്ഞ ആരാ? ഭാര്യ, മക്കള്, കുടുംബം, സൗകര്യം, ഇതിനൊക്കെ വേണ്ടി, ഇതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി താൻ ഒരു ആണോ പെണ്ണോ ആണെന്ന ബോധത്തിലും തൻ്റെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നിലനിർത്താൻ അതിനു വേണ്ടിയാണ് ഭഗവാനെ ആരാധിക്കുന്നതെന്ന ബോധത്തിൽ തീർത്ഥബുദ്ധി. ആളുകള് തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നുവെങ്കിൽ സ ഏവ ഗോകര. അവരാരാണ്? അവരാണ് കഴുതകൾ. മനസ്സിലായില്ലേ? എന്നാൽ ജനേഷു അഭിജ്ഞേഷു, അഭിജ്ഞന്മാരായ ഇതെല്ലാം മനസ്സിലാക്കി തരാൻ കഴിയുന്ന ആചാര്യന്മാരുടെ അടുത്ത് പോയി ഇത് പഠിച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴുതകളാണെന്നാണ്. ഇത് പഠിച്ച് നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ
നിങ്ങൾക്ക് ഭേദബുദ്ധിയുള്ള ഭക്തി വരില്ല. നിങ്ങളിൽ നാമഭാവവും ഉള്ളിൽ ബോധവും വരും. നിങ്ങളുടെ ഭക്തിയിൽ മാറ്റം വരും. കൃഷ്ണൻ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, വെറുതെ വന്ന് തൊഴുതു പോയാൽ ആരായി? കഴുതകളാണ് അവരെന്ന്. ഇതൊക്കെ ഹിന്ദുക്കളൊന്ന് പഠിക്കണ്ടേ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ശ്ലോകം ഭാഗവതത്തിലുണ്ടെന്ന് സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും പറഞ്ഞു തരുമോ ഇതൊക്കെ? ഈ ശ്ലോകമൊക്കെ പഠിച്ചു വെക്കൂ. യസ്യാത്മബുദ്ധി ഗുണവിക്തോക്കള യസ്യാത്മബുദ്ധി ഗുണവേ ത്രിധാതുകേ. ഗുണമെന്ന് പറഞ്ഞാൽ ശവം. ഗുണമെന്ന് പറഞ്ഞാൽ ശവം. ശവമാവാൻ പോകുന്ന ഈ ശരീരത്തിൽ, ത്രിധാതു എന്ന് പറഞ്ഞാൽ വാതപിത്ത കഫങ്ങൾ നിറഞ്ഞ നാളെ ശവമാവാൻ പോകുന്ന ഈ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഭാര്യയും മക്കളും കുടുംബവും എന്നും നിലനിൽക്കണം എന്നും പറഞ്ഞ് തീർത്ഥസ്ഥലങ്ങളിലും തീർത്ഥ ജലത്തിലൊക്കെ, സലിലെന്ന് പറഞ്ഞാൽ തീർത്ഥ വെള്ളത്തിലൊക്കെ പോയി മുങ്ങലും, അതുപോലെ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നവനൊക്കെ ആരാണവൻ? കഴുതകളാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഭാഗവതത്തിലെ വരികളാണ്. അതുകൊണ്ട് വെറുതെ അന്ധമായി ഇതൊന്നും കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഉൾക്കൊള്ളൂ നിങ്ങൾ. എന്തൊരു ശ്ലോകങ്ങളാണ് നോക്കൂ. യസ്യാത്മബുദ്ധി ഗുണവേ ത്രിധാതുകേ സ്വതിക്കളത്രാദിഷഭൗമൈച്യതി യത്തീർത്ഥബുദ്ധി സലിലേന ഗർഹിതിൽ ജനേഷഭിജ്ഞേഷു. ജനേഷഭിജ്ഞേഷു അഭിജ്ഞന്മാരായ ജനങ്ങളുടെ അടുത്ത് പോവാതെ ഈ മേൽ പറഞ്ഞതൊക്കെ ആചരിക്കുന്നവൻ സ ഏവ ഗോകര, അവനാണ് കഴുത എന്ന് പറയുക. അപ്പൊ സത്സംഗങ്ങളിൽ പോയി ഇതെല്ലാം ഉൾക്കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ജീവിതത്തെ മാറ്റിയെടുക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ കഴിഞ്ഞ് വസുദേവർക്ക് അതുകൂടി പറഞ്ഞങ്ങോട്ട് നിർത്താം. വസുദേവര് നോക്കുമ്പോൾ വ്യാസഭഗവാനും മറ്റുമൊക്കെ വരുന്നു. കൃഷ്ണൻ അവരെ നമസ്കരിക്കുന്നു, അവര് ഭഗവാനെ നമസ്കരിക്കുന്നു. അപ്പം വസുദേവർക്കൊരാഗ്രഹം, എൻ്റെ മകൻ ഇത്രയും വലിയ മഹാനായിട്ട് ഞാനൊന്ന് നമസ്കരിച്ചില്ലെങ്കിൽ നഷ്ടമല്ലേ, കൃഷ്ണനെ ഒന്ന് നമസ്കരിക്കണം എന്ന് വസുദേവൻ തീരുമാനിച്ചു. എന്ന് മാത്രല്ല, ആ കൃഷ്ണനോട് എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതിൽ നിന്ന് തനിക്കൊന്ന് കരകയറണം. അപ്പൊ ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ എന്നും അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ പിതാവിനെയൊക്കെ തൊട്ടു വന്ദിക്കും. ആര്? കൃഷ്ണൻ. അങ്ങനെയാണ് ആ ഉത്തരേന്ത്യൻ കൾച്ചർ അങ്ങനെ വന്നത്. മനസ്സിലായില്ലേ? നമ്മളാണെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ ഇരുന്നും തോണ്ടാൻ നോക്കും. അപ്പൊ ഉത്തരേന്ത്യൻ സംസ്കാരം അനുസരിച്ച് പ്രായമായവരൊക്കെ അവര് വന്ദിക്കും. അത് അവരുടെ ഒരു സംസ്കാരമാണ്, അല്ലേ? അത് അവരുടെ കൾച്ചറാണത്. നമ്മുടെ പ്രധാനമന്ത്രി എന്നെ കണ്ടില്ലേ, പ്രായമുള്ള ആളുകളൊക്കെ നമസ്കരിക്കുക. അദ്ദേഹത്തിന് അങ്ങനത്തെ യാതൊരു മടിയില്ല. അപ്പൊ ഈ തരത്തിൽ കൃഷ്ണനെ നമസ്കരിക്കണം എന്നൊരു മോഹം ആർക്ക്? കൃഷ്ണൻ അങ്ങോട്ടല്ല, അച്ഛൻ ഇങ്ങോട്ട്. കൃഷ്ണൻ എന്നും അങ്ങോട്ട് പോയി എന്ത് ചെയ്യും? തൊട്ടു വന്ദിക്കും. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ച് നാളെ കൃഷ്ണൻ വരുമ്പോ ആ കാൽക്കലൊന്ന് വീണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കണം എന്നിങ്ങനെ തീരുമാനിച്ചു. ആര്? വസുദേവൻ. കൃഷ്ണൻ വന്നു, അച്ഛന്റെ കാല് തൊട്ടതും വസുദേവർക്ക് നമസ്കരിക്കാൻ തോന്നില്ല, മോനല്ലേ. എന്നാലും കൃഷ്ണന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ മനസ്സിൽ ഒരുപാട് വേണ്ടാത്ത ചിന്തകളുണ്ട്. കാരണം കടന്നുപോയ കുറെ ദുരിതങ്ങളില്ലേ, 5-6 കുട്ടികളെയൊക്കെ വെട്ടിക്കൊന്നില്ലേ കംസൻ, ഉണ്ടോ? അതുപോലെ 10-14 വർഷം കൃഷ്ണനെയൊക്കെ മാറി നിന്നില്ലേ, ഇല്ലേ? ആ കംസൻ പീഡിപ്പിച്ചതൊക്കെ മനസ്സിൽ കിടക്കുകയാണ്. എൻ്റെ കൃഷ്ണ, എൻ്റെ മനസ്സിൽ നിന്നും ഈ വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിത്തരണം. ആര് പറയണു? ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരണം, വിഷമങ്ങളൊക്കെ മാറ്റിത്തരണം നിങ്ങൾ പറയാറില്ലേ? നിങ്ങളൊന്നും മിണ്ടാത്തത് ഇല്ലേ? നമ്മളും പറയാറില്ലേ? ദുഃഖങ്ങളൊക്കെ ഒന്ന്, ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇല്ലേ? അമ്പലത്തിൽ ഉത്സവം വരാറായോ? അപ്പോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണം നമ്മളും പറയാറില്ലേ? ഇല്ല.
ഇല്ലേ? ഇതുപോലെ വസുദേവര് പറയുന്നു, എന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ചിന്തകളും ഒക്കെ ഒന്ന് മാറ്റിത്തരണം. അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു മറുപടിയിലെ 85-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. 85-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകം. അവിടെ വസുദേവർ ചോദിക്കുന്നതാണ്. 20-ാമത്തെ ശ്ലോകത്തിലൊക്കെ വസുദേവർ ചോദിക്കുന്ന ചോദ്യം ഒന്ന് പറയാൻ. സൂരീഗ്രഹേനനുജഗാത പവാനജോനോ സംജജ്ഞയിത്യനുയുഗം നിജധർമ്മഗുപ്തേ ആനാതനുൽഗനവൽ വിദധജഹാസി ഗോവേദഭുംനൗരുകായ വിഭൂതിമായം. അവിടുത്തെ മഹിമ ഞാൻ അന്ന് സൂരീഗ്രഹത്തിൽ വെച്ച് കണ്ടു. കൃഷ്ണൻ ആ ശരീരമൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ദുരിതങ്ങളൊന്നും പോയിട്ടില്ല. ഇതൊന്ന് പോവണം. അതിന് എന്ത് വേണം? അപ്പൊ 23-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ മറുപടി കൊടുക്കുകയാണ്. അഹം യൂയം അസൗവാര്യ ഇമേ ചദ്വാരകൗകസാം സർവേപ്യേവം യദുശ്രേഷ്ഠ വിമർശ്യ സചരാചരം ആത്മാഹേക നിത്യോന്യോ നിർഗുണോ ഗുണൈ. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക. അഹം യൂയം, അഹം ഞാൻ, യൂയം അങ്ങ്, ആര്യൻ, ആര്യൻ എന്ന് പറഞ്ഞ സഹോദരൻ ബലരാമൻ, ആര്യൻ. അതേപോലെ തന്നെ ആരാണ്? ദ്വാരകൗകസ എന്ന് വെച്ചാൽ ദ്വാരകാവാസികൾ. ഇവിടെ വന്നു കൂടിയിരിക്കുന്ന അല്ല, ദ്വാരകാവാസികൾ. സർവേബി എന്ന് പറഞ്ഞാൽ സർവേബി എല്ലാവരും. ആത്മാഹി ഏക, ഏക ആത്മാ. എല്ലാവരുടെയും ഉള്ളിൽ ഒരാത്മാവ് എന്നല്ല, ഒരേ ആത്മഹത്യയാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അച്ഛൻ ആരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അച്ഛന് മാത്രമേ അച്ഛന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമാവണം. നമ്മൾ തെറ്റ് പഠിച്ചുപോയി. അതായത് ദുഃഖങ്ങൾ അയവിറക്കി ദുഃഖങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമല്ല. കാരണം ദുഃഖം എന്നത്, ശ്രദ്ധിക്കുക, ദുഃഖം എന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ, എന്നാലേ മനസ്സിലാവും. ഇരുട്ടും പകലും ഓർക്കുക. ഇപ്പോ ഇരുട്ടുണ്ട് ഇവിടെ. ഈ ഇരുട്ട് പോവാൻ എന്താ വഴി? ഇരുട്ട് പോവാൻ എന്താ വഴി? വെളിച്ചം കൂട്ടുക എന്നുള്ളതാണ്, ഇല്ലേ? ഇവിടെ ഇപ്പൊ നല്ല ഒരു 1000 വാട്ടിന്റെ ലൈറ്റ് അങ്ങോട്ട് ഒരു 10 എണ്ണം വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അങ്ങോട്ട് ഫ്ലഡ് ചെയ്യും. ഒരു തരി പോലും എന്തുണ്ടാവില്ല, ഇരുട്ടുണ്ടാവില്ല. അപ്പൊ വെളിച്ചത്തിൽ ഇരുട്ട് അലിഞ്ഞു ചേർന്ന് വെളിച്ചമായി. ആ ഇരുട്ട് മുഴുവൻ ഏതിലേക്ക് പോയി? വെളിച്ചം അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യുമ്പം അതിലേക്കാണ് തീവ്രമായി സ്വാധീനിക്കുമ്പോൾ പിന്നെന്തില്ല, ഇരുട്ടില്ല. ഇതുപോലെ ദുഃഖം നിങ്ങൾക്കില്ലാതെയാക്കാൻ ഈ ജന്മം പറ്റില്ല. കാരണം അതൊരു ഇരുട്ടാണ്. അപ്പൊ ദുഃഖം എങ്ങനെ ഇല്ലാതെയാവോ? പിന്നെ നാമമാകുന്ന വെളിച്ചത്തിന്റെ തീവ്രത കൂടുമ്പോൾ അപ്പൊ നാമമാകുന്ന ഇരുട്ടിന്റെ തീവ്രത കൂടുമ്പോൾ, നാമമാകുന്ന ഇരുട്ടാണോ? നാമമാകുന്ന ഇരുട്ടാണോ? അല്ല. ഇരുട്ടാണോ? അല്ല. നാമമാകുന്ന വെളിച്ചത്തിന്റെ തീവ്രത കൂടുമ്പോൾ ദുഃഖമാകുന്ന ഇരുട്ടിന്റെ തീവ്രത കുറയും. അത് പ്രാർത്ഥിച്ചിട്ട് മാറ്റണോ, നാമം ജപിച്ചു മാറ്റണോ? എന്താ വഴി? പറഞ്ഞു തരുക. നിങ്ങളുടെ ദുഃഖം മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് അത് പോവോ? ഇല്ല. ഇതിനെന്താ വഴി? ജപിച്ച് 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 ആ ജപത്തിന്റെ തീവ്രത
കൂടി വരുമ്പോൾ, ശക്തി കൂടി വരുന്തോറും വേദനയുടെ തീവ്രത കുറഞ്ഞ് മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. ഇതാണ് അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛന്റെ ദുഃഖം എനിക്ക് മാറ്റാൻ പറ്റില്ല. ആർക്കും ആരുടെയും ദുഃഖം മാറ്റാൻ പറ്റില്ല. എന്തൊരു സയൻസായി പറയുന്നത്. അതാണ് കൃഷ്ണൻ ഇത്രയും ആക്സെപ്റ്റഡ് ആയത്. അതുകൊണ്ടാണ് കൃഷ്ണനെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഫുൾ ഫിലോസഫിയാണ്, ഫുൾ സൈക്കോളജിയാണ്. ഇതിലൊരു അന്ധവിശ്വാസമില്ല. അവനവന്റെ ദുഃഖത്തെ മാറ്റേണ്ടത് നമ്മളെ ആരും പറഞ്ഞു തന്നില്ല. ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽക്ക് തന്നെ അതിനു വേണ്ടി മെനക്കെടുമായിരുന്നു. നമ്മളൊക്കെ കരുതിയത് എന്താ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ദുഃഖങ്ങളൊക്കെ പോകും. ചിലർ വിചാരിച്ചു കയറ് കെട്ടിയേ പോകുന്നു. പിന്നെ മനസ്സിലായത് വേറെ സ്ഥലത്താണ് കെട്ടേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ കയ്യിൽ ചരടൊന്നും കെട്ടിയത് കൊണ്ട് ഈ ഒരു ദുഃഖമൊന്നും പറയൂ ഇല്ല. മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചരടും കെട്ടാത്തത്. ഇതുകൊണ്ടൊന്നും പോകില്ല. നിരന്തരം കെട്ടണം. എവിടെ? മനസ്സിൽ. നാമം കെട്ടിയിട്ടേക്കണം. ഏത് കെട്ടണം? മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ദുഃഖത്തിന്റെ തീവ്രത കുറയ്ക്കും. അവനവന് മാത്രമേ നാമജപത്തിന്റെ തീവ്രതയിൽ ദുഃഖം അലിയിച്ചു കളയാൻ സാധിക്കും. അതാണ് അച്ഛന് പോലും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തെങ്കിൽ നമ്മളോട് എന്താ പറയുക? പറയൂ നിങ്ങൾ. ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ജന്മം സുഹൃതമായി. ഇതാണ് ഭാഗവതം. ഇതാണ് ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് ഭാഗവതത്തെ വെറും കഥയായി കാണരുത്. ഇതൊരു ജീവിതമാണ്. ഏതായാലും അതിനൊക്കെയുള്ളൊരു ബുദ്ധി നമുക്കുണ്ടാവട്ടെ. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് അതിഗംഭീരമായ കഥയാണ് സന്താന ഗോപാലൻ. അത് കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് നമ്മൾ ഏകാദശ സ്കന്ധത്തിലെ 9 യോഗീശ്വരന്മാരുമായിട്ട് ഒരു സംവാദം. ആ സംവാദത്തിന്റെ പേരാണ് നിമി നവയോഗി സംവാദം. അത് നമ്മൾ കാണും. അത് കഴിഞ്ഞ് നമ്മൾ സുധാമ ചരിതം നമ്മൾ ഇന്നിവിടെ കാണും. ചേച്ചി